Blessed be your name in the land that is plentiful, where your streams of abundance flow. Blessed be your name. Blessed be your name when I'm found in the desert place. Though I walk through the wilderness, blessed be your name. Every blessing you pour out, I'll turn back to praise. When the darkness closes in, Lord, still I will say, blessed be the name of the Lord. Blessed be your name. Blessed be the name of the Lord. Blessed be your glorious name. Blessed be your name when the sun's shining down on me, when the world's all as it should be. Blessed be your name. Blessed be your name on the road marked with suffering. Though there's pain in the offering, blessed be your name. Every blessing you pour out, I'll turn back to praise. You with the sad eyes, don't be discouraged, though I realize it's hard to take courage in a world full of people. You can lose sight of it, and the darkness inside you makes you feel so small. But I see your true colors shining through. I see your true colors, and that's why I love you. So don't be afraid to let them show your true colors. True colors are beautiful, ooh, like a rainbow. Show me a smile. Don't be unhappy, can't remember when I last saw you laughing. If this world makes you crazy and you're taking all you can bear, just call me up, because you know I'll be there. And I'll see your true colors shining through. I see your true colors, and that's why I love you. So don't be afraid to let them show your true colors. True colors are beautiful, ooh, like a rainbow. Such sad eyes. Take courage now. Realize when this world makes you crazy and you're taking all you can bear, just call me up, because you know I'll be there. And I see your true colors shining through. I see your true colors, and that's why I love you. So don't be afraid to let them show your true colors. True colors. True colors are shining through. I
യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ അഹരോനോടും പുത്രന്മാരോടും പറയേണ്ടത്, നിങ്ങൾ ഇസ്രായേൽ മക്കളെ അനുഗ്രഹിച്ച് ചൊല്ലേണ്ടതെന്തെന്നാൽ, യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. ഇങ്ങനെ അവർ ഇസ്രായേൽ മക്കളുടെ മേൽ എൻ്റെ നാമം വെക്കണം, ഞാൻ അവരെ അനുഗ്രഹിക്കും. സ്തോത്രം ചെയ്യാം. നിന്റെ മകന്റെ ജനനം മുതൽ കൂടിയിരുന്ന ദൈവത്തിനായി സ്തോത്രം ചെയ്യാം. വിദ്യാഭ്യാസത്തിൽ കൂടിയിരുന്ന ദൈവത്തിനായി സ്തോത്രം ചെയ്യാം. മാനസാന്തരപ്പെടുവാൻ, സ്നാനപ്പെടുവാൻ, അഭിഷേകം പ്രാപിപ്പാൻ കൊടുത്ത കൃപയ്ക്കായി സ്തോത്രം ചെയ്യാം. ദൈവവചനത്തിന്റെ സത്യത്തിൽ ജീവിപ്പാൻ ഭാഗ്യം നൽകിയതിനാൽ സ്തോത്രം ചെയ്യാം. കഷ്ടങ്ങളുടെയും പ്രയാസങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും നടുവിൽ കർത്താവ് കൂടിയിരുന്നതിനാൽ സ്തോത്രം ചെയ്യാം. വളർത്തുവാൻ പിതാവിന് മാതാവിന് കൊടുത്ത കൃപയ്ക്കായി സ്തോത്രം ചെയ്യാം. ഉപദേശത്തിൽ ജീവിപ്പാൻ സഹായിച്ചതിനാൽ സ്തോത്രം ചെയ്യാം. സ്തോത്രം ചെയ്യാം. ഗുണപ്പെട്ട സഹോദര കുടുംബങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. മാതാവിനായി സ്തോത്രം ചെയ്യാം. പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യാം. എല്ലാ സഹോദരങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. ചർച്ചക്കാർക്കായി സ്തോത്രം ചെയ്യാം. ദൈവം തന്നെ നിന്റെ മകനൊരു ഉപജീവന മാർഗത്തെ നൽകിയതിനാൽ സ്തോത്രം ചെയ്യാം. മനുഷ്യൻ ഏകനായിരിക്കുന്നല്ല, തക്ക തുണയെ തരാമെന്ന വാഗ്ദത്ത പ്രകാരം ഒരു തുണയെ ദൈവം തിരഞ്ഞെടുക്കുകയും ആ ഉറപ്പ് ദൈവം നടത്തി തരികയും ചെയ്തതിനാൽ സ്തോത്രം ചെയ്യാം. അതിന്റെ ഭാഗത്തു നിന്നവരുടെ യാത്ര മറ്റെല്ലാം കൂടെ ഇരുന്ന് കർത്താവരെ ഹേതുമൽ കൊണ്ടുവന്നതിനാൽ സ്തോത്രം ചെയ്യാം. നമ്മുടെ യാത്ര മധ്യം കൂടെ ഇരിപ്പാനായി സ്തോത്രം ചെയ്യാം. ശുശ്രൂഷ കർത്താവ് നടത്തുവാനായി സ്തോത്രം ചെയ്യാം. ഓഡിറ്റോറിയത്തിൽ അതിഥി സൽക്കാരം അനുഗ്രഹിപ്പാനായി സ്തോത്രം ചെയ്യാം. ഞങ്ങളെ അധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നിന്റെ മകന്റെ ജനനം മുതൽ കൂടെ ഇരുന്ന് ജീവനും ഭക്തിക്ക് വേണ്ടിയതെല്ലാം നൽകി അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ, മാതാപിതാക്കളുടെ ഉപദേശത്തിലും സംരക്ഷണത്തിലും പരിപാലനത്തിലും വളർത്തപ്പെടുവാൻ, വിശുദ്ധന്മാരുടെ ഐക്യത്തിലായിരിക്കാൻ, ആത്മീയമായ ഒരു ജീവിതം ചെയ്യുവാൻ ദൈവം സഹായിച്ചതിനാൽ സ്തോത്രം. തക്ക തുണയെ തരാമെന്ന് പറഞ്ഞ ദൈവമേ, നിന്റെ വാഗ്ദത്തം ഇന്ന് നിവർത്തിക്കുവാൻ പോകുന്നതിനാൽ സ്തോത്രം. ഞങ്ങൾ പ്രാർത്ഥിച്ചതാ പുറപ്പെടുന്നു. ദൈവ സാന്നിധ്യം കൂടെ ഇരുന്ന്
ഏദൻ തോട്ടത്തിൽ ഇറങ്ങി വന്ന് ആദാം ഹവ്വ ദമ്പതികളെ ഒന്നാക്കി മാറ്റി ദൈവ ശുശ്രൂഷ നടത്തി തരുവാനായി പ്രാർത്ഥിക്കുന്നു. കൂടപ്പെട്ട പ്രിയപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്നു. എല്ലാവരോടും കൂടെ ദൈവ സാന്നിധ്യം കൂടി ഇരിക്കണമേ. ഒരു കുടുംബമായി ദൈവം സൃഷ്ടിക്കുവാൻ പോകുന്നതിനാൽ സ്തോത്രം. ആ ശുശ്രൂഷ സർവശക്തൻ നടത്തി തരുവാനായി പ്രാർത്ഥിക്കുന്നു. കൃപ കൂടി ഇരുന്ന് അനുഗ്രഹിക്കും. എല്ലാവിധ നന്മകളെ കൊണ്ട് നിറയ്ക്കും. കൂടപ്പെട്ട ഓരോരുത്തരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വധുവിന്റെ ഭാഗത്തുള്ളവരെ കൊണ്ടുവന്നതിനാൽ സ്തോത്രം. എല്ലാം ദൈവനാമഹത്വത്തിനാക്കും. ജയത്തോടെ നടത്തും. വരവിനായി ഒരുക്കും. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ. സ്തോത്രം. പ്രാർത്ഥനയുടെ നാൾ സ്തോത്രം ചെയ്യാം. സകല ജീവിതങ്ങളിൽ ദൈവത്തിലുള്ള സമാധാനം നിന്റെ മക്കളുടെ മേലും ഈ വിവാഹ ശുശ്രൂഷയുടെ മേലും ഏവരുടെ മേലും കർത്താവിന്റെ വരവുകൾ ഉണ്ടായിരിക്കുമാറാകട്ടെ. Praise the Lord, praise the Lord. Mercy Lord, you say, "Help me, gracious agency, forgive me." ഞങ്ങൾ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചു കൊണ്ടുപോകുന്നു. ദൈവമേ, ഞങ്ങൾ അനുഗ്രഹിക്കുന്നതെല്ലാം ദൈവം അനുഗ്രഹിക്കാമെന്ന വാഗ്ദത്ത പ്രകാരം കർത്താവേ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. നിന്റെ മകൻ ചെയ്യാൻ പോകുന്ന ഉടമ്പടി വാചകം ദൈവം മുദ്ര ചെയ്ത് അന്ത്യവരെയും അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബ ജീവിതത്തിന് സാക്ഷ്യം വഹിപ്പാൻ തക്കവണ്ണം ഞങ്ങളേവരെ നീ സഹായിക്കും. നിന്റെ മകനെ ചെയ്യുന്ന ഉടമ്പടി വാചകം മുദ്ര ചെയ്ത് ഒരു കുടുംബമാക്കി ദൈവം സൃഷ്ടിക്കുവാൻ കഴിയണം. അതിനേറ്റതായ കൃപയും അനുഗ്രഹവും കൊടുക്കണമേ. ദൈവ തേജസ് കൊണ്ട് നിറയ്ക്കണമേ. ദൈവ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യും. ദൈവനാമം മഹത്വപ്പെടുത്തും. അനുഗ്രഹിക്കും. വരവിനായി യേശുവിൻ നാമത്തിൽ. ആമേൻ. God will make a way where there seems to be no way. He works in ways we cannot see. He will make a way for me. He will be my guide, hold me closely to his side. With love and strength for each new day, he will make a way. He will make a way. Oh, God will make a way where there seems to be no way. He works in ways we cannot see. He will make a way for me. He will be my guide, hold me closely to his side. With love and strength for each new day, he will make a way. He will make a way. By a roadway in the wilderness, he'll lead me. Rivers in the desert will I see. Heaven and earth will fade,
വരിക ഇന്നേരമീതിൽ നസറായൻ യേശുവേ വരിക ഇന്നേരമീതിൽ മംഗളം ഈ ദിനം എങ്ങും മുഴങ്ങുവാൻ മംഗളം ഈ ദിനം എങ്ങും മുഴങ്ങുവാൻ മംഗളരൂപിയാമെങ്ങൾ മണവാളം മംഗളരൂപിയാം എങ്ങൾ മണവാളം വരിക ഇന്നേരമീതിൽ നസറായൻ യേശുവേ വരിക ഇന്നേരമീതിൽ മേരിതാനുജനം ശ്രീയേശുനായകൻ മേരിതാനുജനം ശ്രീയേശുനായകൻ വാരിപോൽ പെയ്യുവാൻ ആശീർവാദം ദൈവം വാരിപോൽ പെയ്യുവാൻ ആശീർവാദം ദൈവം വരിക ഇന്നേരമീതിൽ നസറായൻ യേശുവേ വരിക ഇന്നേരമീതിൽ അന്നു കാനാവിലെ കല്യാണ വീടതിൽ അന്നു കാനാവിലെ കല്യാണ വീടതിൽ ചെന്നു തുറവുകൾ നീക്കിയ പോലവേ ചെന്നു തുറവുകൾ നീക്കിയ പോലവേ വരിക ഇന്നേരമീതിൽ നസറായൻ യേശുവേ വരിക ഇന്നേരമീതിൽ ആദം ഹവ്വമാരെ ആദിയിലെന്നപ്പോൾ ആദം ഹവ്വമാരെ ആദിയിലെന്നപ്പോൾ ഈ ദമ്പതിമാരെ മോദമായി ചേർക്കുവാൻ ഈ ദമ്പതിമാരെ മോദമായി ചേർക്കുവാൻ വരിക ഇന്നേരമീതിൽ നസറായൻ യേശുവേ വരിക ഇന്നേരമീതിൽ മംഗളം 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 എന്നുമേ മംഗളം 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 എന്നുമേ എങ്ങൾ മണവാളൻ ശ്രീയേശുനാഥനെ എങ്ങൾ മണവാളൻ ശ്രീയേശുനാഥനെ വരിക ഇന്നേരമീതിൽ നസറായൻ യേശുവേ വരിക ഇന്നേരമീതിൽ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. എല്ലാവർക്കും ചേർന്ന് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഈ അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായ പകൽ സമയത്തിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ഇന്ന് പകൽ സമയം പല സ്ഥലങ്ങളിലായി നമുക്ക് ഒരുമിച്ച് ഈ സ്ഥലത്ത് കടന്നു വരുവാൻ ദൈവം ഭാഗ്യം തന്നല്ലോ. ഇതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ഈ കുഞ്ഞുങ്ങളുടെ വിവാഹത്തോടനുബന്ധിച്ച് ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ആത്മീയവും ഭൗമികമായ എല്ലാ നന്മകളാലും അനുഗ്രഹങ്ങളാലും എല്ലാവരെയും കർത്താവ് നിറയ്ക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. മനുഷ്യനേകനായിരിക്കുന്ന അന്നല്ല ഞാൻ അവന് തക്ക തുണയുണ്ടാക്കി കൊടുക്കുമെന്ന് ദൈവം അരുളി ചെയ്തിരിക്കാൻ സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഈ ലോകത്തിലെ താൽക്കാലിക വാസത്തിന് വേണ്ടി ആത്മീയവും ഭൗമികമായ നന്മകളും അനുഗ്രഹങ്ങളെല്ലാം ദൈവം നമുക്ക് നൽകുന്നല്ലോ. അതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ഇവിടെ കൂടപ്പെട്ട എല്ലാ സഹോദരങ്ങളെയും ദൈവം അനുഗ്രഹിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ഈ സഹോദരങ്ങളുടെയും ചെറുപ്രായം അതിൽ നിന്നുവരെയും ദൈവം അവരെ കൺമണി പോലെ കാത്തു പരിപാലിച്ചല്ലോ. അതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. അനർത്ഥങ്ങൾ, ആപത്തുകൾ, അനിഷ്ട സംഭവങ്ങളെന്നെല്ലാം ദൈവം വിടുവിച്ചല്ലോ. അതിനായി സ്തോത്രം ചെയ്യാം.
സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സുഖം ബലം ആരോഗ്യമെല്ലാം കൊടുത്തതിനാൽ സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം. വിദ്യാഭ്യാസത്തിനെല്ലാം കൂടെ ഇരുന്നല്ലോ, അതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം. തക്ക സമയമായപ്പോൾ ഈ വിധമായ ക്രമീകരണങ്ങളെല്ലാം ദൈവം അനുവദിച്ചിരിക്കുകയാൽ സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇത് താൽക്കാലികമായ വിവാഹമാകുന്നു. ഈ ലോകത്തോടുകൂടെ ബന്ധങ്ങളില്ലാതെ ആകുന്നത് അങ്ങനെയുള്ള വിവാഹമാകുന്നു. ഏറെ താമസമിന് അവർ നിത്യമായ വിവാഹം നടക്കുവാൻ പോകുന്നു. ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരും ആ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങട്ടെ, അതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവ സാന്നിധ്യം നമ്മുടെ മധ്യേ ഉള്ളതിനാൽ സ്തോത്രം ചെയ്യാം. കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നവരെ ഇനി കൊണ്ടുവരേണ്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സ്വർഗത്തിന്റെ ഭൂമിക്ക് നാഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട വിലയേറിയ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, മഹത്വപ്പെടുന്നു. കർത്താവേ, ഈ കുഞ്ഞുങ്ങളുടെ വിവാഹത്തോടനുബന്ധിച്ചത് പകൽ സമയം പല സ്ഥലങ്ങളിലായി ഞങ്ങൾക്ക് ഒരുമിച്ച് നിന്റെ പാദപീഠത്തിൽ കടന്നു വരുവാൻ ഇടയാക്കിയതിനാൽ സ്തോത്രം. മനുഷ്യനേകനായിരിക്കുന്നല്ല, ഞാനവനെ തക്ക തുണയുണ്ടാക്കി കൊടുക്കുന്ന അരുളിച്ചത് ദൈവം ഞങ്ങൾക്ക് തുണയായി കൂടെയുള്ളതിനാൽ സ്തോത്രം. കർത്താവ്, ഈ സഹോദരങ്ങളും തക്ക തുണയായിരിക്കേണ്ടതിനെ ഇന്ന് പകൽ സമയം സ്വർഗം ഞങ്ങൾക്ക് വേണ്ടി തുറന്ന് ഈ സഹോദരങ്ങളെ അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കൂടപ്പെട്ട എല്ലാ സഹോദരങ്ങളെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും പുതുപ്പിക്കുകയും നിന്റെ സ്നേഹത്താൽ നിറയ്ക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ഭൗമികമായ എല്ലാ നന്മകളാലും നിറയ്ക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. താൽക്കാലികമായ വിവാഹമാകുന്നു, നിത്യമായ ഒരു വിവാഹം ഏറെ താമസമിന നടക്കുവാൻ പോകുന്നു. മണവാളനായ കർത്താവ് തിരുസഭയ്ക്ക് വേണ്ടി മണവാട്ടിക്ക് വേണ്ടി വെളിപ്പെടുമ്പോൾ ഞങ്ങൾ മണവാട്ടിയായി കാണപ്പെടുവാൻ സഹായിച്ചാട്ടെ. ദൈവകരങ്ങൾ ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു. തിരുസാന്നിധ്യത്തിൽ ഞങ്ങളെ ഇരുത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ സ്തോത്രം ചെയ്യാം. സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. ഈ വിവാഹത്തിൽ പങ്കെടുത്ത സഹോദരങ്ങളെ അനുഗ്രഹിപ്പാനായും ഇവരുടെ ഭാവി അനുഗ്രഹപ്രദമായി കാണണമെന്നും ആഗ്രഹിച്ച് ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹം വന്ദനം അറിയിക്കുകയാണ്. ഈ വിവാഹത്തെക്കുറിച്ച് ഒന്നിലധികം പ്രാവശ്യം ഇരു സഭകളിലും അറിയിച്ചിട്ടുള്ളതാണെങ്കിൽ തന്നെയും ഈ വിവാഹത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട നടത്തിപ്പിന് വേണ്ടി വീണ്ടും ഈ കാര്യം ഞങ്ങൾ പൊതുസഭയെ അറിയിക്കുവാൻ നിർബന്ധിതരായിരിക്കുകയാണ്. എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കണമെന്ന് വീണ്ടും ഓർപ്പിക്കുന്നു. ദൈവത്തിന് മഹത്വം. ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂർ താലൂക്കിൽ കോടുകുളഞ്ഞി വില്ലേജിൽ ആലാ പഞ്ചായത്തിൽ മണലേൽ ഫെബി വില്ലയിൽ ശ്രീമാൻ ജെയിംസ് എം ഫിലിപ്പിൻ്റെയും ശ്രീമതി അനിത ജെയിംസിൻ്റെയും മകനും കോടുകുളഞ്ഞി ദിബന്തിക്കോസ് സഭാംഗമായ ഫെബിൻ ജെയിംസ് ഫിലിപ്പും തൃശ്ശൂർ ജില്ലയിൽ തലപ്പള്ളി താലൂക്കിൽ ചീരൻ വീട്ടിൽ ശ്രീമാൻ സിവോ ജോണിയുടെയും ശ്രീമതി ഗ്രേസി ജോണിയുടെ മകളും പഴഞ്ഞി ദിബന്തിക്കോസ് സഭാംഗമായ സിമി ജോണിയും തമ്മിലുള്ള വിവാഹം ഇന്നേ ദിവസം ഇവിടെ വെച്ച് നടത്തി കൊടുത്തുകൂടാതെ വണ്ണം വേദപുസ്തക വ്യവസ്ഥ പ്രകാരം എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ ഇരു സഭകളിൽ നിന്നും വന്നിരിക്കുന്ന വിശ്വാസികളായ ദൈവമക്കൾക്ക് ഇപ്പോൾ എഴുന്നേറ്റ് അക്കാര്യം പൊതുസഭയിൽ പരസ്യമായി അറിയിക്കാവുന്നതാണ്. ദൈവത്തിൻ്റെ മഹത്വം. ശ്രീമാൻ ജെയിംസ് എം ഫിലിപ്പിൻ്റെയും ശ്രീമതി അനിത ജെയിംസിൻ്റെ മകൻ ഫെബിൻ ജെയിംസ് ഫിലിപ്പും ശ്രീമാൻ സിവോ ജോണിയുടെയും ശ്രീമതി ഗ്രേസി ജോണിയുടെയും മകൾ സിമി ജോണിയും തമ്മിലുള്ള വിവാഹം നടത്തിക്കൊടുത്തുകൂടാതെ വണ്ണം ഉപദേശപരമായി വേദപുസ്തകപരമായി എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ ഇരു സഭകളിൽ നിന്നും വന്നിരിക്കുന്ന വിശ്വാസികൾ ഇപ്പോൾ എഴുന്നേറ്റ് അക്കാര്യം പരസ്യമായി പൊതുസഭയെ അറിയിക്കണമെന്ന് ഓർപ്പിക്കുകയാണ്. സ്തോത്രം. സഹോദരൻ ഫെബിൻ ജെയിംസ് ഫിലിപ്പും സഹോദരി സിമി ജോണിയും തമ്മിലുള്ള വിവാഹം നടന്നുകൂടാതെ വണ്ണം ന്യായമായ കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിശ്വാസികളായ ദൈവമക്കൾക്ക് ഇപ്പോൾ അക്കാര്യം എഴുന്നേറ്റ് പൊതുസഭയെ അറിയിക്കാവുന്നതാണ്. മൗനം സമ്മതമെന്ന് ഒരു പഴമൊഴിയുണ്ട്. ഇപ്പോൾ മൗനമായിരിക്കുന്നവർ മേലിലും ഇക്കാര്യത്തിൽ മൗനമായിരിക്കണം എന്ന് പ്രത്യേകാൽ ഓർപ്പിക്കുന്നു. സഹോദരൻ ഫെബിൻ ജെയിംസ് ഫിലിപ്പിനോട് ചോദിക്കുന്നു, ഈ നിൽക്കുന്ന സഹോദരി സിമി ജോണിയെ ഇന്നു മുതൽ വിവാഹ ഭാര്യയായി സ്വീകരിപ്പാൻ ഒരുക്കമാണോ? ഒരുക്കമാണ്. സഹോദരി സിമി ജോണിയോട് ചോദിക്കുന്നു, ഈ നിൽക്കുന്ന സഹോദരൻ ഫെബിൻ ജെയിംസ് ഫിലിപ്പിനെ ഇന്നു മുതൽ വിവാഹ ഭർത്താവായി സ്വീകരിപ്പാൻ ഒരുക്കമാണോ? ഒരുക്കമാണ്. സഭ മൗനമായി സമ്മതിച്ചപ്പോൾ
ഇരുവരും അക്കാര്യം പരസ്യമായി സമ്മതിച്ചിരിക്കുകയാണ്. ദൈവം അവരെ ഏൽപ്പിക്കുന്ന ദൗത്യം നന്നായി നിർവഹിപ്പാൻ അവർ ഒരുക്കത്തോടെ ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്നു. സഭ മൗനമായി കാര്യം സമ്മതിച്ചപ്പോൾ ഇവർ പരസ്യമായി സമ്മതിച്ചതിനാൽ തുടർന്നും അവരെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ പിതാക്കന്മാർ കുടുംബജീവിതം നയിച്ച് അനുഗ്രഹിക്കപ്പെട്ടതുപോലെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കുടുംബജീവിതം നയിപ്പാനുള്ള ഒരുക്കത്തോടും തീരുമാനത്തോടും കടന്നു വന്നിരിക്കുന്നു. ദൈവം അവരെ അനുഗ്രഹിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കാന്തനായി വന്നിടുവാൻ കാലങ്ങളെത്ര കാത്തിടേണം. സിയോൻ മണവാളൻ കാന്തനായി വന്നിടുവാൻ കാലങ്ങളെത്ര കാത്തിടേണം. ആ നാളും നാഴികയും ഞാൻ നോക്കി, ആ നാളും നാഴികയും ഞാൻ നോക്കി. പാരം കൊതിച്ചിടുന്നൻ കൺകളിൽ പാരിതിൽ, പാരം കൊതിച്ചിടുന്നൻ കൺകളിൽ പാരിതിൽ അയന്നു തീർന്നിടുമനാസ, അയന്നു തീർന്നിടുമനാസ. സിയോൻ മണവാളൻ കാന്തനായി വന്നിടുവാൻ കാലങ്ങളെത്ര കാത്തിടേണം. ആ നാളും നാഴികയും ഞാൻ നോക്കി, ആ നാളും നാഴികയും ഞാൻ നോക്കി. പതിനായിരങ്ങളിലും പാവനനായിടുന്ന സർവാംഗ സുന്ദരനാം കാന്ത. പതിനായിരങ്ങളിലും പാവനനായിടുന്ന സർവാംഗ സുന്ദരനാം കാന്തം. നിൻ പ്രേമമെനിക്കു തന്നിടേണം, നിൻ പ്രേമമെനിക്കു തന്നിടേണം. നിത്യവും ചുംബിച്ചിടാൻ തങ്കത്തിരുമുഖത്തെ, നിത്യവും ചുംബിച്ചിടാൻ തങ്കത്തിരുമുഖത്തെ ഭാഗ്യമെനിക്കു തന്നിടേണം, ഭാഗ്യമെനിക്കു തന്നിടേണം. സിയോൻ മണവാളൻ കാന്തനായി വന്നിടുവാൻ കാലങ്ങളെത്ര കാത്തിടേണം. ആ നാളും നാഴികയും ഞാൻ നോക്കി, ആ നാളും നാഴികയും ഞാൻ നോക്കി. വാനത്തിൽ കേൾക്കുമേ ആനന്ദമായൊരു നാൾ, പ്രാണപ്രിയൻ ധ്വനിക്കും ശബ്ദം. വാനത്തിൽ കേൾക്കുമേ ആനന്ദമായൊരു നാൾ, പ്രാണപ്രിയൻ ധ്വനിക്കും ശബ്ദം. ആ നേരം പറന്നു പോഞ്ഞാൻ വാനിൽ, ആ നേരം പറന്നു പോഞ്ഞാൻ വാനിൽ. എന്റെ കാന്തനെ ഞാൻ കണ്ടിടുമാദിനം, എന്റെ കാന്തനെ ഞാൻ കണ്ടിടുമാദിനം. ആരാൽ വർണ്ണിച്ചിടാമെന്നാനന്ദം, ആരാൽ വർണ്ണിച്ചിടാമെന്നാനന്ദം. സിയോൻ മണവാളൻ കാന്തനായി വന്നിടുവാൻ കാലങ്ങളെത്ര കാത്തിടേണം. ആ നാളും നാഴികയും ഞാൻ നോക്കി, ആ നാളും നാഴികയും ഞാൻ നോക്കി. ചില വേദഭാഗങ്ങൾ വായിക്കും. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 18 മുതലുള്ള വാക്യങ്ങൾ. അനന്തരം യഹോവയായ ദൈവം മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവനെ തക്കതായ തുണ ഉണ്ടാക്കി കൊടുക്കുമെന്ന് അരുളി ചെയ്തു. യഹോവയായ ദൈവം ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ എല്ലാ പറവകളെയും നിലത്ത് നിർമ്മിച്ചിട്ട് മനുഷ്യൻ അവയ്ക്ക് എന്ത് പേരിടുമെന്ന് കാണുവാൻ അവൻ്റെ മുമ്പിൽ വരുത്തി.
സകല ജീവജന്തുക്കൾക്കും മനുഷ്യനിട്ടത് അവയ്ക്ക് പേരായി. മനുഷ്യൻ എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവുകൾക്കും എല്ലാ കാട്ടുമൃഗങ്ങൾക്കും പേരിട്ടു. എങ്കിലും മനുഷ്യനെ തക്കതായൊരു തുണ കണ്ടുകിട്ടിയില്ല. ആകയാൽ യഹോവയായ ദൈവം മനുഷ്യനൊരു ഗാഠനിദ്ര വരുത്തി. അവൻ ഉറങ്ങിയപ്പോൾ അവൻ്റെ വാരിയലുകളിൽ ഒന്നെടുത്ത് അതിന് പകരം മാംസം പിടിപ്പിച്ചു. യഹോവയായ ദൈവം മനുഷ്യനിൽ നിന്ന് എടുത്ത വാരിയലിനെ ഒരു സ്ത്രീയാക്കി അവളെ മനുഷ്യൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അപ്പോൾ മനുഷ്യൻ, ഇതിപ്പോൾ എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസമാകുന്നു. ഇവളെ നരിൽ നിന്ന് എടുത്തിരിക്കാൻ ഇവൾക്ക് നാരി എന്ന് പേരാകുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏകദേഹമായി തീരും. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 22 മുതലുള്ള വാക്യങ്ങൾ. ഭാര്യമാരെ, കർത്താവിനെന്നപോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. ക്രിസ്തു ശരീരത്തിൻ്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. എന്നാൽ സഭ ക്രിസ്തുവിനെ കീഴടങ്ങിയിരിക്കുന്ന പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കണം. ഭർത്താക്കന്മാരെ, ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. അവൻ അവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടുപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ, ചുളുക്കം മുതലായതൊന്നുമില്ലാതെ സഭയെ ശുദ്ധിയും നിഷ്കളങ്കമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അവണ്ണം ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു. ആരും തൻ്റെ ജഡത്തെ വരുന്നാളും പകച്ചിട്ടില്ലല്ലോ. ക്രിസ്തുവും സഭയെ ചെയ്യുന്നത് പോലെ അതിനെ പോറ്റി പുലർത്തുകയത്രേ ചെയ്യുന്നത്. നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളല്ലോ. അത് നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഈ മർമ്മം വലിയത്. ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചതിനെ പറയുന്നത്. എന്നാൽ നിങ്ങളും അങ്ങനെ തന്നെ ഓരോരുത്തരും താന്താൻ്റെ ഭാര്യയെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഭാര്യയോ ഭർത്താവിനെ ഭയപ്പെടേണ്ടതാകുന്നു. 1 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യം. ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പിൻ. അവരിൽ വല്ലവരും വചനം അനുസരിക്കാത്ത പക്ഷം ഭയത്തോടുകൂടി നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്ന് വരുവാനിടയാകും. നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേയുള്ളതല്ല. സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സെന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിൻ്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം. അത് ദൈവസ്ഥനയിൽ വിലയേറിയതാവുന്നു. ഇങ്ങനെയല്ലോ ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ച് ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നത്. അങ്ങനെ സാറ അബ്രഹാമിനെ യജമാൻ എന്ന് വിളിച്ചനുസരിച്ചിരുന്നു. നന്മ ചെയ്ത് യാതൊരു ഭീഷണിയും പേടിക്കാതിരുന്നാൽ നിങ്ങൾ അവളെ മക്കളായി തീർന്നു. അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിനെ വിവേകത്തോടെ ഭാര്യമാരോടുകൂടെ വസിച്ച് സ്ത്രീജനം ബലഹീന പാത്രമെന്നും അവർ ജീവൻ്റെ കൃപയ്ക്ക് കൂട്ടവകാശികളെന്നും ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുപ്പിൻ. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ. അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവൾക്ക് ശുദ്ധവും ശുഭ്രമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതിപ്രവൃത്തികൾ തന്നെ. പിന്നെ അവൻ എന്നോട്, കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യയ്ക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ എന്ന് എഴുതുക എന്ന് പറഞ്ഞു. ഇത് ദൈവത്തിൻ്റെ സത്യവചനമെന്നും എന്നോട് പറഞ്ഞു. There shall be showers of blessing. This is the promise of love. There shall be seasons refreshing, sent from the Savior above. Showers of blessing, showers of blessing we need. Mercy drops from the sun falling, but for the showers we plead. There shall be showers of blessing, preciously reviving again, over the hills and the valleys, sound of abundance of rain. Showers of blessing, showers of blessing we need. Mercy drops from the sun falling, but for the showers we plead. There shall be showers of blessing, send them upon us, O Lord. Renew us now, weary refreshing. Come on, all night I pour. Showers
be showers of blessing. Oh, that today they might fall. Now as to God we are confessing. Now as on Jesus we call. Showers of blessing. Showers of blessing we need. Mercy comes from the sun falling, but for the showers we plead. There shall be showers of blessing if we but trust and obey. There shall be seasons refreshing if we let God have His way. Showers of blessing, showers of blessing we need. Mercy does not stop falling, but for the showers we plead. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായ നല്ല സമയത്തിനായി ആദ്യമായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈ സഹോദരങ്ങളുടെ വിവാഹ ശുശ്രൂഷ അനുഗ്രഹപ്രദമായി തീരേണ്ടതിനും തുടർന്ന് ഇവരുടെ ഭാവി ജീവിതം അനുഗ്രഹപ്രദമായി തീരേണ്ടതിനും പ്രാർത്ഥിക്കുവാനും സഹകരിക്കുവാനും ഇവരുടെ ഭാവി നന്നായിരിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അല്പസമയത്ത് ധ്യാനത്തിന് വേണ്ടി വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ഒരു തിരുവചന ഭാഗം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. സദൃശ്യവാക്യങ്ങൾ 31-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം വായിക്കാം. സാമർത്ഥ്യമുള്ള ഭാര്യ ആർക്ക് കിട്ടും? അവളുടെ വില മുത്തുകളിലും ഏറും. മതി. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ബൈബിൾ ഇപ്പോൾ നോക്കണ്ട, ഞാൻ പറയുന്ന ശ്രദ്ധിച്ചാൽ മതി. സാമർത്ഥ്യമുള്ള ഭാര്യ ആർക്ക് കിട്ടും? അവളുടെ വില മുത്തുകളിലും ഏറുമെന്ന്. അക്ഷരീയമായും ആത്മീയമായും ഇതിനൊരു വശമുണ്ട്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. മനുഷ്യജീവിതത്തിൽ വളരെ വളരെ സന്തോഷമുളവാക്കുന്ന അനവധി സന്ദർഭങ്ങളുണ്ട്. അതിൽ വളരെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു സന്ദർഭമാണ് വിവാഹ ജീവിതം എന്ന് പറഞ്ഞാൽ അതൊരു വഴിത്തിരിവ് തന്നെയാണ്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. വളരെ വളരെ സന്തോഷം ഉളവാക്കുന്ന സുദിനമാണ്. വിവാഹമെന്ന് പറയുമ്പോൾ അത് ദൈവം നിശ്ചയിച്ചതാണ്. സമൂഹത്തിൽ അതിന് മാന്യതയുണ്ട്. മനുഷ്യൻ അതിനെ അംഗീകരിക്കുകയാണ്. വിവാഹ ജീവിതം കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത് ഈ ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കുടുംബജീവിതം നയിക്കുക, അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു പിൻതലമുറയെ വളർത്തെടുക്കുക, ദുർനടപ്പ് ഉണ്ടാകാതിരിക്കുക, തമ്മിൽ തക്ക തുണയായിരിക്കുക, ക്രിസ്തുവിനും സഭയ്ക്കും നിഴലായി ജീവിക്കുക, തമ്മിൽ സ്നേഹം പങ്കിടുവാനും തമ്മിൽ ബഹുമാനിപ്പാനും തമ്മിൽ അനുസരിപ്പാനുമുള്ള ഒരു ബന്ധമാണ് കുടുംബ ജീവിതം എന്ന് പറയുന്നത്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. അപ്പോൾ തന്നെ എല്ലാവരും വിവാഹം കഴിക്കണമെന്നില്ല, അങ്ങനെ വേദപുസ്തകത്തിൽ പറയുന്നില്ല. അപ്പോൾ തന്നെയും എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൽ ഒരു വചനം ഇങ്ങനെ പറയുന്നു, വിവാഹം എല്ലാവർക്കും മാന്യം എന്ന് എഴുതിയിരിക്കുന്നത് കൊണ്ട് എല്ലാവരും വിവാഹം കഴിച്ചു മാനിക്കപ്പെടണമെന്നല്ല, കഴിക്കുന്ന വിവാഹം മാന്യമായിരിക്കണം. ഇതൊരു മാന്യമായ വിവാഹമായതുകൊണ്ടാണ്. ഫെബിൻ്റെയും സിമിയുടെയും വിവാഹം ഒരു മാനിക്കപ്പെട്ടതായതുകൊണ്ടാണ് ദൈവത്തിൻ്റെ സഭയിൽ ഇത്രയും സുവിശേഷ വേലക്കാരുടെ സാന്നിധ്യത്തിൽ ഈ വിവാഹം ഞങ്ങൾ നടത്തി കൊടുക്കുന്നത്. ഇന്ന് ലോകത്തിൽ വിവിധ തരത്തിൽ മനുഷ്യർ വിവാഹ ബന്ധത്തിൽ ഏർപ്പെടും. സ്വന്തമായ തിരഞ്ഞെടുപ്പ്, മറ്റ് പല രീതിയിൽ മനുഷ്യൻ വിവാഹ കാര്യങ്ങളിൽ ഏർപ്പെടുന്നു. മാതാപിതാക്കൾക്കോ സുവിശേഷ വേലക്കാർക്കോ സ്വന്തക്കാർക്കോ അതുമായി യാതൊരു ബന്ധവുമില്ലാത്ത അവസ്ഥയിലൂടെയും വിവാഹങ്ങൾ നടക്കുന്നു. അതൊന്നും ദൈവത്തിൻ്റെ സഭയും ദൈവവും അംഗീകരിക്കുന്നില്ല. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. വിവാഹം കഴിച്ചു മാനിക്കപ്പെടുകയല്ല,
കഴിക്കുന്ന വിവാഹം മാന്യമായിരിക്കണം. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. അപ്പോൾ തന്നെ ഒരു വലിയ ചുമതലയും ഉത്തരവാദിത്വവും ഏറ്റെടുക്കുന്ന ഒരു ആത്മീയ ബന്ധമാണ് ഈ വിവാഹ ജീവിതം എന്ന് പറയുന്നത്. ഈ വിവാഹ ജീവിതത്തിലൂടെ ദൈവത്തെ സ്നേഹിപ്പാനും ദൈവത്തെ പ്രസാദിപ്പിക്കാനും ദൈവപ്രമാണങ്ങൾ അനുസരിപ്പാനും ഏറ്റെടുക്കുന്ന ദൗത്യങ്ങൾ കൃത്യമായി നിർവഹിപ്പാനും ഒരുക്കമുള്ളവരായിരിക്കണം എന്നുള്ളത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ആ ചിന്തയോടും ഉത്തരവാദിത്വത്തോടും കൂടെയാണ് ഈ സഹോദരങ്ങൾ ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. ഇവരുടെ ഭാവി ജീവിതം അനുഗ്രഹപ്രദമായി തീരുവാൻ വിദ്യാഭ്യാസം കൊണ്ടോ സ്ഥാനമാനങ്ങൾ കൊണ്ടോ സാമ്പത്തിക സൗകര്യങ്ങളുള്ളത് കൊണ്ടോ കുടുംബശ്രേഷ്ഠത കൊണ്ടോ സാധ്യമല്ല. രണ്ടുപേരുടെയും കുടുംബം വളരെ പാരമ്പര്യവും വളരെ ആത്മീയ നിലയിൽ ഉള്ള കുടുംബങ്ങളുമാണ്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. കുടുംബ ജീവിതത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത് അത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. നാം ഇവിടെ വേദപുസ്തകത്തിൽ നിന്ന് 4 വേദഭാഗങ്ങൾ വായിക്കുകയുണ്ടായി. ഉൽപ്പത്തി പുസ്തകം, എഫേസ് ലേഖനം, പത്രോസ് ലേഖനം, വെളിപ്പാട് പുസ്തകം. വേദപുസ്തകം ആരംഭിക്കുന്നതും വേദപുസ്തകം അവസാനിപ്പിക്കുന്നതും ഓരോ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടാണ്. വിവാഹ ജീവിതം എന്ന് പറയുമ്പോൾ വളരെ വളരെ സന്തോഷമുള്ള ഒരു സുദിനമാണ്. എന്താ ഫെബിൻ എന്ത് പറയുന്നു? സന്തോഷമുള്ള ദിവസമല്ലേ ഇന്ന്? അല്ലേ? സന്തോഷമുള്ള ദിവസമാണ്. സിമി എന്ത് പറയുന്നു? വളരെ വളരെ സന്തോഷമുള്ള ഒരു സുദിനം തന്നെയാണ്. അത് സന്തോഷപ്രദമായി തീരണമെങ്കിൽ അതിൻ്റെതായ ചാനലിലൂടെ കടപ്പാടുകളും ബന്ധങ്ങളെല്ലാം അതിൻ്റെതായ നിലയിൽ പുലർത്തിയെങ്കിൽ മാത്രമേ അത് അനുഗ്രഹപ്രദമായി തീരുകയുള്ളൂ. സന്തോഷമുള്ളതുപോലെ അപകടകരമായ ഒരു മേഖല കൂടെയാണ് വിവാഹ ജീവിതം എന്ന് പറയുന്നത്. ഇവിടെ കറണ്ട് ഉള്ളതിനാൽ ഇവിടെ ഫാൻ കറങ്ങുന്നു, ലൈറ്റ് കത്തുന്നു, വീഡിയോക്കാരെടുക്കുന്നു, മൈക്ക് സെറ്റൊക്കെ വർക്ക് ചെയ്യുന്നത് അതിൻ്റെതായ ചാനലിലൂടെ അത് പോകുന്നത് കൊണ്ടാണ് നമ്മൾ സ്വസ്ഥമായി ഇവിടെ ഇരിക്കുന്നത്. കറണ്ടിൻ്റെ ചാനൽ വിട്ടാൽ ഇവിടെ നമുക്കാർക്കും ഇരിക്കാൻ സാധ്യമല്ല. അപകടകരമായ ഒരു കാര്യമാണ്. കുടുംബജീവിതവും അങ്ങനെ തന്നെയാണ്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. വിവാഹം എന്ന് പറയുമ്പോൾ അതിന് ആത്മീയമായി ഒരു അർത്ഥമുണ്ട്, അക്ഷരീയമായ ഒരു അർത്ഥമുണ്ട്. ആത്മീയമായുള്ള അർത്ഥത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ഓർപ്പിച്ചിട്ട് അതിൻ്റെ അക്ഷരീയമായ സഹോദരങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടി അവരെന്തെല്ലാം ചെയ്യണമെന്ന് പിന്നീട് നമുക്ക് ഓർക്കാം. സാമർഥ്യമുള്ള ഭാര്യയെ ആർക്ക് കിട്ടും? അവരുടെ വില മുത്തുകളിലും ഏറും. ദൈവസഭയുടെ സാമർഥ്യം, അപ്പോൾ തന്നെ ഒരു ഭാര്യയുടെ സാമർഥ്യം, ഒരു പെൺകുട്ടിയുടെ സാമർഥ്യം എന്ന് പറയുന്നത് അനുസരണവും സ്നേഹവും താഴ്മയും പ്രാർത്ഥനയും ആത്മനിറവും ക്ഷമയും ഇതൊക്കെയാണ് സാമർഥ്യം എന്ന് പറയുന്നത്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. അപ്പോൾ തന്നെ വിവാഹം എന്ന് പറയുന്നത് ഈ ലോകത്തോടുകൂടെ അവസാനിക്കുന്ന ഒരു ബന്ധമാകുന്നു. സ്വർഗത്തിൽ വിവാഹം ഇല്ല എന്നുള്ള കാര്യം ഓർത്തുകൊള്ളണം. ഞാൻ അവസാനത്തിൽ സമയമുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ദൈവമക്കളെ അറിയിക്കുന്നതാണ്. ഈ ലോകത്തിൽ ചുരുങ്ങിയ കാലഘട്ടം ഒരു മകനായിരിക്കുക, ഒരു ഭർത്താവായിരിക്കുക, ഒരു പിതാവായിരിക്കുക, ഒരു മകളായിരിക്കുക, ഒരു ഭാര്യയായിരിക്കുക, ഒരമ്മയായിരിക്കുക. ചുരുങ്ങിയ കാലഘട്ടം ഈ ലോകത്തോടുകൂടെ അവസാനിക്കുന്നതാകുന്നു ഈ ആത്മീയ ബന്ധം. എന്നാൽ ഒരിക്കലും നശിക്കാത്തതായ ഒരു ആത്മീയ ബന്ധം ഉണ്ട്. അതാണ് വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. നാം സന്തോഷിച്ചുല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. ആരാണ് ഈ കുഞ്ഞാട്? വേദപുസ്തകം മനസ്സിലാക്കുന്നവർ, വേദപുസ്തകം അറിയാവുന്നവർ ഗ്രഹിപ്പാൻ സാധിക്കും. ഈ കുഞ്ഞാടെന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് വെളിപ്പെടുത്തുന്നത്. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം മുതൽ, പരീശന്മാർ അവൻ്റെ അടുക്കൽ വന്ന് ഏത് കാരണം ചൊല്ലിയും ഭാര്യ ഉപേക്ഷിക്കുന്ന വിഹിതമോ എന്നവനെ പരീക്ഷ ചോദിച്ചു. അതിനവൻ സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചുവെന്നും അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയും ഇട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും എന്നും അരുളി ചെയ്തു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല ഒരു ദേഹമത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കുന്ന ഉത്തരം പറഞ്ഞു. 1 കൊരിന്ത്യർ 7-ാം അധ്യായത്തിൻ്റെ 10-11 വാക്യം വായിക്കാം. വിവാഹം കഴിഞ്ഞവരോടോ ഞാനല്ല, കർത്താവ് തന്നെ കൽപ്പിക്കുന്നത്, ഭാര്യ ഭർത്താവിനെ വേർപിരിയരുത്. പിരിഞ്ഞു എന്ന് വരികിലോ വിവാഹം കൂടാതെ പാർക്കണം, അല്ലെന്ന് വരികിൽ ഭർത്താവോട് നിരന്നുകൊള്ളണം. ഭർത്താവ് ഭാര്യയെ ഉപേക്ഷിക്കുകയും അരുത്. സ്തോത്രം. ഇവർ ദൈവസന്നിധി ചെയ്തിരിക്കുന്ന ഉടമ്പടി വാചകപ്രകാരവും ഗവൺമെൻറ് അംഗീകരിച്ച രജിസ്റ്ററിൽ ഇപ്പോൾ 2 സാക്ഷികളുടെ സാന്നിധ്യത്തിൽ ഇവർ സൈൻ ചെയ്യുന്നതിനാലും ഇവർ ഭാര്യ ഭർത്താക്കന്മാരായി തീർന്നിരിക്കുന്നു എന്നുള്ള വിവരം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ദൈവസഭയെ അറിയിച്ചു കൊള്ളുന്നു. ഇന്നു മുതൽ
ഇവർ രണ്ടല്ല, എത്ര ഫെബിൻ? ഒന്നാകും. അതുകൊണ്ട് ഒരാൾ ഭക്ഷണം കഴിച്ചാൽ മതിയോ? ഒരാൾ പ്ലെയിൻ ടിക്കറ്റ് എടുത്താൽ മതിയോ? പോരാ. മനസ്സും ഹൃദയവും ആലോചനയും ചിന്തയും എല്ലാം ഒന്നായിരിക്കണം. ഇവർക്ക് തമ്മിലോ ഞങ്ങൾക്കോ ഗവൺമെൻറ്റിന് പോലും ഇത് വേർപെടുത്തുവാൻ കഴിയുകയില്ല. വിവാഹ മോചനം ദൈവസഭയും ദൈവവും അംഗീകരിക്കുന്നില്ല എന്നുള്ള വിവരം പൊതുസഭയെ അറിയിച്ചു കൊള്ളുന്നു. ഇവർ ഭാര്യ ഭർത്താക്കന്മാരായി തീർന്നിരിക്കുന്ന വിവരവും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ പൊതുസഭയെ അറിയിച്ചു കൊള്ളുന്നു. ഇവരുടെ ഭാവി അനുഗ്രഹമായി തീരേണ്ടതിനായി കരങ്ങളെ ഉയർത്തി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം. യഹോവയെ ഭയപ്പെട്ടവൻ്റെ വഴികൾ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവുകൾ തയ്യപ്പോൾ പോലെയും ഇരിക്കും. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. യഹോവ സിയോനിൽ നിന്നോ നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെ നീ യെരൂശലേമിൻ്റെ നന്മയെ കാണും. നിന്റെ മക്കളുടെ മക്കളെ നീ കാണും. ഇസ്രായേലിന്മേൽ സമാധാനം ഉണ്ടാകട്ടെ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഭക്ഷണം കഴിക്കാൻ സമയമാകുന്നതേ ഉള്ളൂ. 11:35 ആയിട്ടുള്ളൂ. ഉടനെ നിർത്തണോ? എന്താ ജോണി വെറുതെ? ഭക്ഷണം കഴിച്ചിട്ടല്ലേ പോകത്തുള്ളൂ, നിർത്തണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ അനുഗ്രഹത്തിൻ്റെ ഒരു സങ്കീർത്തന ഭാഗമാണ് വായിച്ചത്. യഹോവയെ ഭയപ്പെട്ടവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. ഫെബിനോട് പറയുന്നു, നിനക്ക് നന്മ വരുമെന്നാണ്. നന്മയാണിത്. ഭാര്യയെ കിട്ടുന്നവന് നന്മ കിട്ടുന്നു, യഹോവയുടെ പ്രസാദം ലഭിച്ചിരിക്കുന്നെന്നാണ്. നന്മയായ കാര്യങ്ങൾ സിബിയും ചിന്തിച്ചുകൊള്ളണം. ഞാൻ എല്ലാവർക്കും ഒരു നന്മയായി കാണപ്പെടണം. നാം വായിച്ച സദൃശ്യവാക്യത്തിൽ വായിക്കുന്നു, ഭർത്താവിൻ്റെ ഹൃദയം അവളെ വിശ്വസിക്കുന്നു, അവൻ്റെ ലാഭത്തിനൊരു കുറവുമില്ല. ആയുഷ്കാലമൊക്കെയും തിന്മയല്ല, നന്മ തന്നെ ചെയ്യുമെന്നാണ്. ആയുഷ്കാലം മുഴുവനും നന്മ തന്നെ ചെയ്യുന്ന ഒരു ഭാര്യ, ആയുഷ്കാലം മുഴുവനും കർത്താവിൻ്റെ നാമത്തിന് നന്മ മാത്രം ചെയ്യുന്നവർ. നിന്റെ ഭാര്യ വീടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ. ഫെബിൻ, മുന്തിരി ഉണ്ടോ നിങ്ങളുടെ വീട്ടിൽ? ഇല്ല. ഇപ്പൊ മുന്തിരിവള്ളി ഇപ്പൊ തന്നിരിക്കുകയാണ്. ഫലപ്രദമായ മുന്തിരിവള്ളി വീടിനകത്ത് അടുക്കും ചിട്ടയും. പണ്ടത്തെ കാര്യമാണ്. ഇന്ന് വീട്ടിലൊക്കെ എല്ലാ ആളുകൾ പാർക്കുന്നത് ജോലി സ്ഥലത്തും വാടക കെട്ടിടങ്ങളിലും ഒക്കെയാണ് പാർക്കുന്നത്. വീടിനകത്ത് ഫലപ്രദമായ മുന്തിരി എന്ന് പറയുമ്പോൾ ദൈവത്തെയും മനുഷ്യനെയും രസിപ്പിക്കുന്ന രസമാണ്. കർത്തവ്യങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിച്ചു കൊള്ളേണം. വീടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി, വൃത്തിയും വെടിപ്പും. ഒരു അതിഥി കയറി വന്നാലും അവർക്ക് അവരോട് ആദരവും ബഹുമാനവും, വിശന്ന് വരുന്നവർക്ക് ഭക്ഷണവും, ദാഹിച്ചു വരുന്നവർക്ക് വെള്ളവും കൊടുക്കണം. അത് കൊടുക്കണമെങ്കിൽ വീട്ടിലത് ഉണ്ടായിരിക്കണം. ഫെബിൻ, വീട്ടിലതുണ്ടെങ്കിലേ സാധിക്കും. അവർക്ക് വാങ്ങിച്ചു കൊടുക്കണം. ഇപ്പോൾ ഉടനെ പറ്റത്തില്ല, വീട്ടിലല്ലേ താമസിക്കുന്നത്. ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കാണ്. എങ്കിലും അതൊക്കെ അന്വേഷിക്കണം. ഭാര്യയെ അന്വേഷിക്കുകയും വേണം. ഭാര്യ ഭക്ഷണം കഴിച്ചോ, ഭാര്യ കുളിച്ചോ, ഭാര്യ വിശ്രമിച്ചോ എന്ന് അന്വേഷിക്കുകയും ചെയ്യേ. ഒരു ഭവനത്തിൽ ഞാൻ നേരത്തെ ഓർപ്പിച്ചല്ലോ, ഒരു കുടുംബം അനുഗ്രഹപ്രദമായി തീരുന്നത് അതിൻ്റെ പിന്നിൽ ഒരു സ്ത്രീ, ഒരു അമ്മയുള്ളത് കൊണ്ടാണ്. ഒരു സ്ത്രീ ഉള്ളത് കൊണ്ടാണ്. ഇന്ന് 3 ചുമതല നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. ഒന്നാമത്തത്, ഫെബിൻ ഒരു ഭർത്താവായിരിക്കുമ്പോൾ തന്നെ ഒരു പിതാവായിരിക്കണം. ആർക്കാ? സിമിക്ക്. അപ്പോൾ തന്നെ ഒരു മകനുമായിരിക്കണം. ആർക്കാ? അത് നടക്കുന്ന കാര്യമാണോ? ഒരു മകനുമായിരിക്കും. അമ്മയും മകനും എന്നുള്ള ബന്ധം. ഭർത്താവായിരിക്കുമ്പോൾ ഒരു പിതാവായിരിക്കണം, അപ്പോൾ ഒരു മകനുമായിരിക്കണം. സിമിക്ക് 3 കർത്തവ്യമാണുള്ളത്. ഒന്ന്, ഭാര്യയായിരിക്കണം, ഒരമ്മയായിരിക്കണം. ആർക്കാ? ഫെബിനൊരു അമ്മയായിരിക്കണം. അമ്മയുടെ സ്നേഹം, അമ്മയുടെ ആദരവ് വളരെ വിശദീകരിക്കാനുണ്ട്. അപ്പോൾ തന്നെ ഒരു മകളുമായിരിക്കണം. ആർക്കാ? ഒരു മകളായിരിക്കണം. പ്രായമാകുമ്പോൾ ചില ആളുകൾ മോളേന്ന് വിളിക്കും. തൃശ്ശൂർക്കാർക്കറിയാം, ചങ്ങാലൂർ ഡാഡി മമ്മിയെ വിളിക്കുന്നു, മോളേന്ന് വിളിക്കും. തൃശ്ശൂർ നിന്നവർക്കറിയാം മമ്മിക്ക് എത്ര വലിയ സ്നേഹം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആ സ്നേഹബന്ധത്തിലാണ്, ആ കരുതലിലാണെന്നുള്ള കാര്യം ഓർത്തുകൊള്ളണം. അപ്പോൾ കരുതലുണ്ടാകണം.
അന്വേഷണം ഉണ്ടാകണം. ഒരു കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ ഭർത്താവ് നോക്കുന്നതിനേക്കാൾ ഭാര്യ അമ്മ നോക്കുന്നുണ്ടാണ് കുടുംബകാര്യങ്ങൾ നന്നായി നടക്കുന്നത്. അമ്മയുടെ ഹൃദയം എന്ന് പറയുമ്പോൾ ഞാൻ ഓർപ്പിക്കാറുള്ളത് പോലെ മകൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഭാര്യ നോക്കുന്നത് കീശയിൽ പണമുണ്ടെന്നാണ് നോക്കുന്നത്. മക്കൾ നോക്കുന്നത് കയ്യിൽ പലഹാരമുണ്ടോ എന്നാണ്. അമ്മ നോക്കുന്നത് എവിടാ ജോണി ബ്രദർ പറഞ്ഞാട്ടെ, സിമിയുടെ പപ്പ പറഞ്ഞാട്ടെ, അമ്മ എവിടെ നോക്കുന്നത്? മോൻ ചോറ് കഴിച്ചോ, ഭക്ഷണം കഴിച്ചോ? അമ്മ വയറാണ് നോക്കുന്നത്. അതാണ് അമ്മയുടെ ഹൃദയം എന്ന് പറയും. വീട്ടിലൊരാൾ വന്നാൽ വീടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി, നല്ല വൃത്തിയും വെടിപ്പും അനുഗ്രഹവും ഐശ്വര്യവും, സ്ത്രീകളാണ് വീടിൻ്റെ അലങ്കാരം. ഒരു സ്ത്രീ, ഒരമ്മ വീട്ടിൽ കാര്യങ്ങൾ നന്നായി നോക്കുന്നില്ല എങ്കിൽ പുരുഷൻ ഒരു കാര്യം ചെയ്യുമ്പോൾ ഭാര്യ 9 കാര്യം ചെയ്യുന്നതിനാലാണ് കുടുംബജീവിതം അനുഗ്രഹപ്രദമായി തീരുന്നത്. ഞങ്ങൾക്ക് തന്നെ പറയാൻ സാധിക്കും, ഞങ്ങൾ ഈ മേശയുടെ മുൻപിൽ എഴുന്നേറ്റ് 1 മണിക്കൂർ പ്രസംഗിക്കുന്നതിൻ്റെ പിന്നിൽ അനേകം സഹോദരിമാർ അവർ പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ്. അവർ ഞങ്ങളെ കാര്യത്തിൽ പിന്നിൽ സഹായിക്കുന്നുണ്ട്. പിന്നണിയിൽ അവരൊരു പക്ഷേ മേശയുടെ മുന്നിൽ നിൽക്കുന്നില്ല. ഞാൻ 1 മണിക്കൂർ മേശയുടെ മുന്നിൽ നിൽക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി ഏറ്റെടുത്ത് കാര്യങ്ങൾ ചെയ്തു വരുന്നവരുള്ളത് കൊണ്ടാണ്. ഒരു ഭർത്താവ് ജോലി സ്ഥലത്ത് പോകണമെങ്കിൽ ഒരു ഭാര്യ അതിൻ്റെ പിന്നിൽ അനേക കാര്യങ്ങൾ നോക്കുന്നതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ആ കുടുംബം മുടിഞ്ഞു പോകും, താറുമാറായി പോകും. ഭർത്താവ് ഒരു കാര്യം ചെയ്യുമ്പോൾ ഭാര്യ 9 കാര്യം ചെയ്യുന്നതിനാലാകുന്നു. വീടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ ആയിരിക്കണം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വൃത്തിയും വെടിപ്പും ഉണ്ടാകണം. നിങ്ങളുടെ ഭവനം സ്വർഗതുല്യമായിരിക്കണം. സ്വർഗതുല്യം. 2 പേരുടെയും പിന്നണിയെക്കുറിച്ച് പറയുവാനുണ്ട്. സിമി ജനിക്കുന്ന സമയത്ത് ഞാനാണ് പഴഞ്ഞിയിലിരുന്നത്. അത്രയും ആത്മീയ ബന്ധമുണ്ട്. സിമിയുടെ പപ്പായുടെ പിതാവ് പെന്തിക്കോസിലെ അഭിഷേകം കാണാൻ വന്നയാളാണ്. അദ്ദേഹത്തെ പരിശുദ്ധാത്മാവ് കയറിപ്പിടിച്ചു. ശരിയല്ലേ? 3 ദിവസം അന്യഭാഷ പറഞ്ഞുകൊണ്ട് തട്ടിന്മേൽ ഇരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ വേഷം തന്നെ മാറി ഒരു സുവിശേഷ പ്രവർത്തകർക്ക് സഹായിയായി നിന്നു. അപ്പോൾ തന്നെ അമ്മയുടെ കുടുംബത്തിലും അനേകം സുവിശേഷ വേലക്കാരുണ്ട്. ഫെബിന്റെ ഭവനത്തിലും സുവിശേഷ വേലക്കാർ ധാരാളമുള്ള കുടുംബമാണ്. ഇതൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിക്കുന്നവരായിരിക്കണം. ആ ചുമതലാബോധമുള്ളവരായിരിക്കണം. നിങ്ങളുടെ ഭവനം സ്വർഗതുല്യമായിരിക്കണം. സ്വർഗതുല്യം എന്ന് പറയുമ്പോൾ സന്തോഷവും സമാധാനവും ഐക്യതയെല്ലാം ഉണ്ടാകണം. ലോകത്തുള്ളതായ ആഡംബരങ്ങളും മോഡലുകളെല്ലാം, ടെലിവിഷനും ലോകത്തിൻ്റെ ഇൻ്റർനെറ്റും മറ്റ് സകലതും ഭവനത്തിലേക്ക് വന്ന് നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടരുത്. ഭവനം സിനിമാ തിയേറ്റർ ആകരുത്. ഭവനം ഒരു നരകമായി തീരരുത്. ഭവനം ഒരു പാഠശാലയായിരിക്കണം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ അവിടെ ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്നാണ്. വിവാഹം എല്ലാവർക്കും 4-ാം വാക്യം വായിച്ചാട്ട് 4, 5, 6. വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവും. മാനിക്കപ്പെട്ട വിവാഹത്തിന് മാത്രമേ കിടക്ക ജീവിതം നന്നായിരിക്കുകയുള്ളൂ. അടുത്തത്, എന്നാൽ ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. ദുർനടപ്പിലൂടെയും തെറ്റായ രീതിയിലും വിവാഹം കഴിക്കുന്നവരെ ദൈവം വിധിക്കുമെന്നാണ്. അടുത്തത്, നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവേൻ. മതി. നേരത്തെ ഞാൻ ഓർപ്പിച്ചതുപോലെ ഇല്ലാത്തതിനെ ഓർത്ത്, സിമിയിൽ ഇല്ലാത്ത സ്വഭാവത്തെ ഓർത്ത് ദുഃഖിക്കാൻ പാടില്ല. ഫെബിന് ഇല്ലാത്ത കാര്യങ്ങളെ ഓർത്ത് അയ്യോ ഞാൻ ഇങ്ങനെ ചിന്തിച്ചതല്ലല്ലോ, എൻ്റെ ഭർത്താവിനെ കുറിച്ച് ഇങ്ങനെയല്ലോ ചിന്തിച്ചത്, എൻ്റെ ഭർത്താവ് പ്ലെയിൻ ഓടിക്കുന്ന ആളാണ് ചിന്തിച്ചത്, ഇപ്പോൾ സൈക്കിൾ കാണുമ്പോൾ പേടിക്കുന്ന ഭർത്താവാണല്ലോ, എൻ്റെ ഭാര്യ നല്ലതുപോലെ ഭക്ഷണം പാകം ചെയ്യുന്ന ഭാര്യയാണെന്ന് ചിന്തിച്ചത്, ഇപ്പോൾ ഒരു ചമ്മന്തി അരയ്ക്കാൻ പോലും അറിയാൻ പാടില്ലല്ലോ. അങ്ങനെ ചിന്തിച്ച് നിരാശപ്പെടേണ്ട കാര്യമില്ല. ഉള്ള സ്വഭാവത്തിന് ദൈവത്തിന് നന്ദി പറയണം. ഇല്ലാത്തതിനെ ഓർത്ത് ദുഃഖിച്ച് ഭാരപ്പെടാതെ ഉള്ളതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയണം. നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ, ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല, കർത്താവ് പറഞ്ഞിരിക്കുകയാണ്. ആ വാഗ്ദത്ത വചനം ഓർത്തുകൊള്ളണം. അടുത്തത്, കർത്താവ് എനിക്ക് തുണ. സിമി തുണയായിരിക്കുന്നതിനേക്കാൾ ഉപരിയായി, ഫെബിൻ തുണയായിരിക്കുന്നതിനേക്കാൾ ഉപരിയായി എന്ത് പറഞ്ഞുകൊള്ളണം? കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല. ജീവിതത്തിൽ പ്രതികൂലങ്ങളോ പ്രയാസങ്ങളോ കുടുംബജീവിതത്തിൽ എന്തെല്ലാം വന്നാലും കർത്താവ് എനിക്ക് തുണയായിട്ടുള്ള ഞാൻ പേടിക്കുകയില്ല. മനുഷ്യന് എന്നോട് എന്ത് ചെയ്യാൻ സാധിക്കും? മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യാൻ സാധിക്കും? ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങനെ ധൈര്യത്തോടെ പറയണം, കർത്താവ് എനിക്ക് തുണ. ഇപ്പോൾ ഫെബിന് തക്ക തുണയായിട്ട് സിമിയെ തന്നിരിക്കുന്നു, സിമിക്ക് തക്ക തുണയായി ഫെബിനെ തന്നിരിക്കുന്നു. അതിനിടയിൽ ഒരു തുണയുണ്ട്. ആരാണെന്നറിയാമോ? കർത്താവ് എനിക്ക് തുണ. എല്ലായ്പ്പോഴും അത് പറയണം. ജീവിതത്തിൽ പ്രതികൂലങ്ങൾ പ്രശ്നങ്ങൾ വരുമ്പോൾ കർത്താവ് എനിക്ക് തുണ, സർവശക്തിയുള്ള ദൈവമാണ് എനിക്ക് തുണ, ഞാൻ ഭയപ്പെടുകയില്ല. രോഗത്തെയോ പ്രയാസങ്ങളെയോ പ്രശ്നങ്ങളെയോ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെയോ ഞാൻ ഭയപ്പെടുകയില്ല
എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം നയിക്കണം. അങ്ങനെയുള്ളവർക്ക് ജനിക്കുന്ന മക്കൾ, നിങ്ങളുടെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവുതൈകൾ പോലെ കണ്ടെത്തപ്പെടും. നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ദൈവത്തെ സ്നേഹിച്ച് മാനിച്ച് ആദരിച്ച് ജീവിക്കുന്നവരുടെ പിൻതലമുറ അനുഗ്രഹിക്കപ്പെടും. മക്കളുടെ മക്കളെയും അനുഗ്രഹിക്കുമെന്നാണ്. പിതാക്കന്മാർക്ക് മാത്രമല്ല, മക്കളുടെ മക്കളെയും അനുഗ്രഹിക്കും. ഇവരുടെ എല്ലാം പിതാക്കന്മാരോട് ചോദിച്ചാൽ ഇവർക്ക് തന്നെ പിതാക്കന്മാരെ കുറിച്ച് സാക്ഷി പറയും. പിതാക്കന്മാർ ദൈവത്തെ ഉയർത്തി കാണിച്ചതുകൊണ്ടാണ്. എന്താ ജോണി ബ്രദർ, ചെറിയ മാഷ് പോയോ? എന്ത് പറയാൻ സാധിക്കും? പിതാക്കന്മാർ ദൈവത്തെ ഉയർത്തി കാണിച്ചത് കൊണ്ടാണ്, പിതാക്കന്മാർ ഉയർത്തിപ്പിടിച്ചതുകൊണ്ടാണ് പിൻതലമുറയെല്ലാം അനുഗ്രഹിക്കപ്പെട്ടത്. ഞാനും ആ സ്ഥലത്തിരുന്ന് അവരുടെ നന്മയൊക്കെ അനുഭവിച്ചിട്ടുള്ളതാണ്. 1 കൊരിന്ത്യർ 7-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് തന്നോട് എഴുതി അയച്ച ചില സംഗതികളെ കുറിച്ച് മറുപടി പറയുകയാണ്. അതുകൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. നിങ്ങൾ എഴുതി വെച്ച സംഗതികളെ കുറിച്ച് എന്റെ അഭിപ്രായം വായിച്ചാട്ടെ. സ്ത്രീയെ തൊടാതിരിക്കുന്നത് മനുഷ്യന് നല്ലത്. സ്ത്രീയെ തൊടാതിരിക്കുന്ന മനുഷ്യന് നല്ലത്. കൈ കൊണ്ട് തൊടാതിരിക്കാൻ പറ്റുമോ? ഇനിയിപ്പോ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കയ്യിൽ പിടിച്ചാണ് അവര് ഉഭയസമ്മതം ചെയ്യിച്ചത്. മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടും തൊടാതിരിക്കുന്ന പുരുഷന് നന്ദി. വായിച്ചാട്ടെ. എങ്കിലും ദുർനടപ്പ് നിമിത്തം ഓരോരുത്തന് സ്വന്തം ഭാര്യയും സ്വന്തം ഭർത്താവ് ഉണ്ടായിരിക്കട്ടെ. അപ്പൊ അതിനിടയ്ക്ക് പറയാനുള്ളത്, കുടുംബജീവിതം, വിവാഹം എന്ന് പറയുന്നത് വിശുദ്ധ ജീവിതം നയിക്കാൻ വേണ്ടിയല്ല. ചിലർ എഴുതാറുണ്ട് വിശുദ്ധ വിവാഹം. അത് താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിശുദ്ധ ജീവിതം നയിക്കേണ്ടതിന് വേണ്ടിയല്ല കുടുംബജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ അശുദ്ധരായി തീരാതിരിക്കേണ്ടതിനും ദുർനടപ്പ് നിമിത്തമാണ് ഓരോരുത്തരുടെ സ്വന്തം ഭാര്യയും ഓരോരുത്തർക്കും സ്വന്തം ഭർത്താവ് ഉണ്ടായിരിക്കട്ടെ. അടുത്തത്, ഭർത്താവ് ഭാര്യയ്ക്കും ഭാര്യ ഭർത്താവിനും കടമകളുണ്ട്. നിങ്ങൾക്ക് കടമകളും ചില കടമ്പകളുമുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രസാദിപ്പിച്ചുകൊള്ളണം. ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യയ്ക്കും കടംപെട്ടത് ചെയ്യട്ടെ. കടമകൾ, ഉത്തരവാദിത്തങ്ങൾ. മനസ്സിലാകുന്നില്ലേ? ചില ഉത്തരവാദിത്തങ്ങൾ, മാതാപിതാക്കളുടെ ഉത്തരവാദിത്തങ്ങൾ, സഹോദരങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ, ദൈവത്തോടുള്ളതായ കടപ്പാടുകൾ, ദൈവസഭയോടുള്ള ഉത്തരവാദിത്തങ്ങൾ, ഇതെല്ലാം പൂർണ്ണമായി നിർവഹിച്ചുകൊള്ളണം. വേദപുസ്തകത്തിൽ വചനമുണ്ടല്ലോ, വിട്ടുപിരിഞ്ഞ് ഭാര്യ, അപ്പനെയും അമ്മയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും. ഭാര്യയ്ക്ക് കൊടുക്കേണ്ടുന്ന ബഹുമാനം ഭാര്യയ്ക്ക്, ഭാര്യയ്ക്ക് കൊടുക്കേണ്ടുന്ന സ്നേഹം ഭാര്യയ്ക്ക്. കല്യാണം കഴിച്ചതുകൊണ്ട് എല്ലാവരുടെയും സ്നേഹം ഭാര്യയ്ക്ക് മാത്രം കൊടുത്ത് പിന്നെ അപ്പനെയും അമ്മയും വേണ്ടെന്നുള്ളതല്ല. അവർക്ക് കൊടുക്കേണ്ടതായ ഉത്തരവാദിത്വവും ചുമതലയും കരുതലും അവർക്ക് കൊടുക്കണം. ഭാര്യയുടെ അടുത്തത് ഭാര്യയുടെ ശരീരത്തിന്മേൽ അവൾക്കല്ല ഭർത്താവിനത്രേ അധികാരം. അങ്ങനെ ഭർത്താവിന്റെ ശരീരത്തിന്മേലും അവനല്ല ഭാര്യയ്ക്ക് അത്രേ അധികാരം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. തമ്മിൽ സ്നേഹിപ്പാനും ശുശ്രൂഷിപ്പാനും ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം കൃത്യമായി നിർവഹിപ്പാനും അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിച്ചു കൊള്ളണം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇതുവരെ വിവാഹ ജീവിതത്തിന്റെ അനുഗ്രഹത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഇതിനൊരു മറുവശമുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ രഹസ്യവരവിൽ കണ്ടെത്തപ്പെടണമെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഇത് CPM-കാരുടെ പെന്തിക്കോസുകാരുടെ ദുരുപദേശമല്ല. 7-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ വായിച്ചാട്ടെ. നീ വിവാഹം ചെയ്താലും ദോഷമില്ല, കന്യകയും വിവാഹം ചെയ്താലും ദോഷമില്ല. എങ്കിലും ഇങ്ങനെയുള്ളവർക്ക് കഷ്ടതയുണ്ടാകും. ഓർത്തുകൊള്ളണം. സമുദായങ്ങളിലൊക്കെ കുരിശു വാഴ്ത്തി ഇടാറുണ്ട്. കുരിശു വാഴ്ത്തിയിടും. കഷ്ടതയുണ്ടെന്നാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകും. കുടുംബജീവിതത്തിൽ വിവിധ തരത്തിൽ കഷ്ടങ്ങളുണ്ട്. ആ കഷ്ടങ്ങളുടെ മധ്യത്തിൽ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിറവേറ്റിക്കൊള്ളണം. കഷ്ടതയുണ്ട്. ഭാര്യയെ സ്വന്തം ശരീരത്തെ പോലെ സ്നേഹിക്കണം. എഫേസ്യ ലേഖനത്തിൽ വായിക്കുമ്പോൾ 5-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, അതുകൊണ്ട് ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു. ആരും തന്നെ ജഡത്തെ ഒരു നാളും പകച്ചിട്ടില്ലല്ലോ. ക്രിസ്തു ചെയ്യുന്നത് പോലെ അതിനെ പോറ്റി പുലർത്തുക അത്രേ ചെയ്യുന്നത്. ഫെബിന്റെ ശരീരത്തൊരു കഷ്ടത ഉണ്ടാകുമ്പോൾ അത് സിമിയുടെ കഷ്ടമാണെന്ന് ഓർക്കണം. സിമിയുടെ ശരീരത്തൊരു കഷ്ടം ഉണ്ടാകുമ്പോൾ അത് ഫെബിൻ്റെതാണെന്ന് ഓർക്കണം. ഞാൻ തൃശ്ശൂർ വേല ചെയ്യുമ്പോൾ പേര് പറഞ്ഞാൽ നിങ്ങളൊക്കെ അറിയും. ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ്. തമ്മിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് ഞാൻ സെൻട്രൽ ഫെയ്ത്ത് ഹോമിൽ നിൽക്കുമ്പോൾ MJ മാത്യുവിൻ്റെ കാലത്താണ്. അതുകൊടുത്തലോ അവിടെയുള്ളതായ ഒരു വിശ്വാസി ഫോൺ ചെയ്തു. രാത്രി 1 മണിക്ക് ഭാര്യയ്ക്ക് പ്രസവവേദന. ഞങ്ങൾ പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം ആളുകളെ വിട്ടു. പ്രസവിക്കുകയും ചെയ്തു. വീട്ടിലാണ് പ്രസവിച്ചത്. അദ്ദേഹം മരിച്ചുപോയി. ഭാര്യയും കുഞ്ഞുങ്ങളും അവർ കല്യാണം കഴിച്ച് ജീവിക്കുകയാണ്. ഞാനതിന് സാക്ഷിയാണ്. അടുത്ത ദിവസം അദ്ദേഹം ഭർത്താവ് സഭയിലൊന്ന് സാക്ഷി പറഞ്ഞു. രാത്രിയിൽ 1 മണിക്ക് ഷേർലിക്ക് പ്രസവവേദന തുടങ്ങി. എനിക്കും തുടങ്ങി വേദന. മനസ്സിലായോ?
അതാണ് കുടുംബ ബന്ധം. ഒന്നായിരിക്കുക എന്നുള്ളതാണ്. അവൾ വേദനപ്പെടട്ടെ, എനിക്കെന്താ അതുകൊണ്ടുള്ള കാര്യം? അല്ലെങ്കിൽ ഫെബിൻ വേദനപ്പെടട്ടെ, എനിക്കതുമായി ബന്ധമില്ല. അതാണ് ഒരു ശരീരം എന്ന് പറയുന്നത്. സുഖദുഃഖങ്ങൾ പങ്കിട്ട് അനുഭവിക്കുക. ഭർത്താക്കന്മാർ നിങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു. ആരും തൻ്റെ ജഡത്തെ ഒരു നാളും പകച്ചിട്ടില്ലല്ലോ. ക്രിസ്തുവും സഭയെ ചെയ്യുന്നത് പോലെ അതിനെ പോറ്റി പുലർത്തുകയത്രേ ചെയ്യുന്നത്. ജഡത്തിൽ കഷ്ടതയുണ്ട്. കുടുംബജീവിതം നയിക്കുന്നവർക്ക് പണ്ടത്തെ പോലെ അമ്മാവിമ്മമാരും നാത്തുമാരൊന്നും ഇല്ലെങ്കിലും കഷ്ടത വിവിധ തരത്തിലുണ്ട്. അത് പണം കൊണ്ടോ വിദ്യാഭ്യാസം കൊണ്ടോ കുടുംബസുരക്ഷ കൊണ്ടോ മാറ്റാൻ സാധ്യമല്ല. പ്രാർത്ഥനയാലും ദൈവവുമായുള്ള ബന്ധത്താലും മാത്രമേ ആ കഷ്ടതയെ അതിജീവിപ്പാൻ സാധിക്കുള്ളൂ. കഷ്ടതയുണ്ട്. ആ കഷ്ടത സഹിക്കണമെങ്കിൽ ദൈവവുമായുള്ള ബന്ധമാണ് നമുക്ക് ആവശ്യം. അടുത്തത് വായിച്ചാട്ടെ. എന്നാൽ സഹോദരന്മാരെ, ഇതൊന്ന് എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോണം. ഇതൊന്ന് ഞാൻ പറയുന്നു, കാലം ചുരുങ്ങിയിരിക്കാൻ ഇനി ഭാര്യമാരുള്ളവർ ഇല്ലാത്തവരെ പോലെയും പാർത്തുകൊള്ളണമെന്നാണ്. ഭാര്യയുള്ളവർ ഇതുവരെ ഉണ്ട്, ഭാര്യ ഉണ്ട്, ദൈവം നിയമിച്ചതാണ്, ദൈവം അനുവദിച്ച് തന്നതാണ്. നിങ്ങൾ ഒരുമിച്ച് ജീവിക്കണം, സുഖദുഃഖങ്ങൾ പങ്കിട്ട് അനുഭവിക്കണം, സ്നേഹിക്കണം, അനുസരിക്കണം എന്ന് പറഞ്ഞിട്ട് പൗലോസ് പറയുന്നു, ഇനി ഭാര്യമാരുള്ളവർ ഇല്ലാത്തവരെ പോലെ ജീവിച്ചു കൊള്ളണം. കാലം ചുരുങ്ങിയിരിക്കുന്നു എന്നുള്ള വെളിപ്പാട്. ശരീരത്തിന് വീണ്ടെടുപ്പായ പുത്രത്വത്തിന് വേണ്ടി കാത്തിരിക്കുന്ന പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച ദൈവമക്കൾക്കുള്ള മുന്നറിയിപ്പാണ്. ജീവിതകാലം മുഴുവനും കുടുംബജീവിതം നയിച്ച് ജീവിക്കുവാനല്ല, ഈ ലോകത്തിൽ മാത്രം വിവാഹമുള്ള. ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ചല്ലോ, വിവാഹബന്ധം ഈ ലോകത്തിൽ മാത്രമേ ഉള്ളൂ. സ്വർഗത്തിൽ അങ്ങനെ ഒരു അവസ്ഥയില്ല. അവിടെ ദൈവദൂത തുല്യരും ദൈവപുത്രന്മാരും അത്രേ. ഈ ലോകത്തിൽ മാത്രമേ ഈ ബന്ധങ്ങളെല്ലാം ഉള്ളൂ. അത് നന്നായി സ്നേഹിച്ച് മാനിച്ച് ആദരിച്ചു കൊള്ളണം. ചിലർക്ക് സ്നേഹമുണ്ടത് പകരുവാൻ അറിയാൻ സാധിക്കുന്നില്ല. ഞാൻ ഓർപ്പിക്കാറുള്ളത് പോലെ പഞ്ചസാരയുണ്ട്, അത് ടിന്നിലകത്ത് അടച്ച് പഞ്ചസാരയും എഴുതി അലുമാരിയിൽ വെച്ചിരിക്കുകയാണ്. എങ്ങനെ അതിൻ്റെ മധുരം അറിയുന്നത്? പഞ്ചസാരയുടെ മധുരം എങ്ങനെ ഫെബിനെ അറിയുന്നത്? നാവിലിട്ട് നോക്കണം. അപ്പോൾ സ്നേഹം മറ്റൊരാളിലേക്ക് പകരുമ്പോഴാണ് നമ്മുടെ സ്നേഹവും ആത്മാർത്ഥതയും സൗമ്യതയും മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്നേഹമുണ്ടെന്ന് പറയുക മാത്രമല്ല, അത് കൈമാറണം. ഇനി ഭാര്യമാരുള്ളവർ ഇല്ലാത്തവരെ പോലെ ജീവിച്ചു കൊള്ളണം. അതിന് ആധാരമായി ലൂക്കോസിന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന് 35-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇതാ പരീശന്മാരും സദൂക്യരും യേശുവിനോടൊരു കാര്യം ചോദിക്കുകയാണ്. ഒരു പുരുഷൻ വിവാഹം കഴിച്ചു, 7 സഹോദരന്മാരിൽ മൂത്തവനൊരു സ്ത്രീയെ വിവാഹം കഴിച്ചു. നല്ല ചോദ്യമാണ്. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം അങ്ങ് മരിച്ചുപോയി. മോശയുടെ ന്യായപ്രമാണ പ്രകാരം അവൻ്റെ ഇളയവൻ അവളെ വിവാഹം കഴിച്ചു, അവനും മരിച്ചുപോയി. ഇങ്ങനെ ഓരോരുത്തരും വിവാഹം കഴിച്ചു, 7 പേരും മരിച്ചു. അവസാനം സ്ത്രീയും മരിച്ചു. പുനരുത്ഥാനത്തിൽ ഇവൾ ആർക്ക് ഭാര്യയായി തീരും? ന്യായമായ ചോദ്യമാണ്. 35-ാം വാക്യം വായിക്കുമ്പോൾ യേശു അതിന്റെ മറുപടി പറയുന്നു. വായിച്ചാട്ടെ. അതിന് യേശു ഉത്തരം പറഞ്ഞത്, ഈ ലോകത്തിന്റെ മക്കൾ വിവാഹം കഴിക്കുന്നു, വിവാഹത്തിന്. അങ്ങനെയെങ്കിൽ പാസ്റ്റർ എന്താ ഞങ്ങള് ഇവൻ കല്യാണം കഴിപ്പിച്ചു വിട്ടത്? ഈ ജനുവരി മാസം തന്നെ 9 കല്യാണമുണ്ട്, ഇനിയുണ്ട് 2 കല്യാണം ഈ മാസത്തിൽ. ഞങ്ങളിങ്ങനെ കല്യാണം കഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വിവാഹം പിരിക്കുന്നവരൊന്നും അല്ല. ചില ആളുകൾ ഭാര്യമാരെ പിരിക്കുന്നവരാണ്. ഇത് ബന്ധുക്കോസുകാർ. ഞങ്ങൾക്ക് ഭാര്യ ഉണ്ടെങ്കിലല്ല ഞങ്ങൾക്ക് പിരിക്കാൻ സാധിക്കുകയുള്ളൂ. ഞങ്ങൾ ഒന്നാക്കി ചേർക്കുന്നവരാണ്. അവരുടെ കർത്തവ്യങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിറവേറ്റപ്പെടുകയും അപ്പോൾ തന്നെ അവർ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുകയും ചെയ്യണം. അതായിരിക്കണം പ്രധാനപ്പെട്ട ലക്ഷ്യം. ഫെബിനും സിമിയും കുടുംബജീവിതത്തിലൂടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം അലങ്കരിച്ച് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങണം. എന്താ യേശു പറയുന്നത്? ഈ ലോകത്തിന്റെ മക്കൾ വിവാഹം കഴിക്കുന്നു, വിവാഹത്തിന് കൊടുക്കുന്നു. അടുത്തത്, എങ്കിലും ആ ലോകത്തിനും മരിച്ചവരിൽ നിന്നുള്ള പുനരുത്ഥാനത്തിനും യോഗ്യരായവർ വിവാഹം കഴിക്കുന്നില്ല, വിവാഹത്തിന് കൊടുക്കുന്നതുമില്ല. അടുത്തത്, അവർക്കിനി മരിപ്പാനും കഴിയുകയില്ല. അടുത്തത്, പുനരുത്ഥാന പുത്രന്മാരും ദൈവദൂത തുല്യരും ദൈവപുത്രന്മാർ. പുനരുത്ഥാനം പ്രാപിക്കണമെങ്കിൽ, ശരീരത്തിന് വീണ്ടെടുപ്പായ പുത്രത്വം പ്രാപിക്കണമെങ്കിൽ, കാലം ചുരുങ്ങിയിരിക്കുന്നുള്ള വെളിപ്പാട് ലഭിക്കുമ്പോൾ വേർപെട്ട ജീവിതം നയിച്ചു കൊള്ളണമെന്ന് പൗലോസ് പറയുന്നു. ഞാനല്ല പറയുന്നത്. മുൻപ് നമ്മുടെ വിശുദ്ധന്മാർ ഇതെല്ലാം പഠിപ്പിക്കുമായിരുന്നു. ഇപ്പോൾ പഠിപ്പിച്ച ആൾ കുറയുമെന്ന് വിചാരിച്ച് പഠിപ്പിക്കാതിരിക്കുന്നു എന്ന് എനിക്ക് സംശയമുണ്ട്. എങ്കിലും ഉള്ള കാര്യങ്ങൾ പഠിപ്പിക്കാതിരുന്നാൽ ഞങ്ങളോട് ചോദിക്കും. ഇങ്ങനെയുള്ള വേർപാട് അനുഷ്ഠിക്കുന്ന വിശ്വാസികളായ ദൈവമക്കൾ ഈ സഭയിൽ ഉള്ളത് കൊണ്ട് അവരെ അഭ്യസിപ്പിക്കേണ്ടതിന് വേണ്ടിയാണ് പ്രതിഷ്ഠിക്കപ്പെട്ട ശുശ്രൂഷക്കാരായ ഞങ്ങൾ പുറപ്പെട്ടിരിക്കുന്നത്. ഈ സദസ്സിൽ തന്നെ വിവാഹം കഴിച്ച്
സന്തോഷത്തോടെ ജീവിക്കുന്നവരുണ്ട്, വിവാഹം കഴിച്ചിട്ട് വേർപെട്ട് ജീവിക്കുന്നവരുണ്ട്, ഇനി വിവാഹം കഴിക്കാനുള്ളവരുണ്ട്. എന്നാൽ ഒരു കൂട്ടം ആളുകൾ ഞങ്ങൾക്ക് വിവാഹമേ വേണ്ട ശുശ്രൂഷക്കാരായി ഞങ്ങൾ അതിനുവേണ്ടി വന്നതാണ്. MBBS പഠിപ്പിക്കണമെങ്കിൽ MBBS MD ഉണ്ടെങ്കിലേ സാധിക്കുകയുള്ളൂ. അതാണ് ഉപദേശ വ്യത്യാസം. കാലം ചുരുങ്ങിയിരിക്കിയാൽ ഉള്ളവരില്ലാത്തവരെ പോലെ പാർത്തുകൊള്ളണം. ഈ ലോകത്തിന്റെ മക്കൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. ഇനി 7-ാം അധ്യായത്തിന്റെ 32-ാം വാക്യം വായിക്കുമ്പോൾ നിങ്ങൾ ചിന്താകുലമില്ലാത്തവരായിരിക്കണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. വായിക്കാം. വിവാഹം ചെയ്യാത്തവൻ കർത്താവിനെ എങ്ങനെ വിവാഹം ചെയ്യാത്ത, വളരെ ശ്രദ്ധിച്ചുകൊള്ളണം. എപ്പോഴും ഇത് വായിക്കുന്ന വചനങ്ങളല്ല കല്യാണ സമയത്ത് മാത്രമേ വായിക്കാറുള്ളൂ. വിവാഹം ചെയ്യാത്തവൻ കർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കുമെന്ന് വിചാരിച്ച് കർത്താവിനുള്ളത് ചിന്തിക്കുന്നു. അടുത്തത്, വിവാഹം ചെയ്തവൻ ഭാര്യ എങ്ങനെ പ്രസാദിക്കും, ഏത് തരത്തിൽ പ്രസാദിപ്പിക്കാൻ സാധിക്കും. ദൈവത്തിന്റെ മഹത്വം എങ്ങനെ പ്രസാദിപ്പിച്ചു കൊള്ളണം, ഏത് തരത്തിലും പ്രസാദിപ്പിച്ചു കൊള്ളണം. സ്നേഹിച്ചും ബഹുമാനിച്ചും അനുസരിച്ചും ആദരിച്ചും കരുതലുള്ളവനായി ഭാര്യയെ പ്രസാദിപ്പിച്ചു കൊള്ളണം. വിവാഹം ചെയ്തവൻ ഭാര്യ എങ്ങനെ പ്രസാദിപ്പിക്കുന്നു വിചാരിച്ച് ലോകത്തിൽ ചിന്തിക്കും. ചില ഭാര്യമാരെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. ഭർത്താക്കന്മാർ പറയാറുണ്ട്, കുടലെടുത്ത് കാണിച്ചാലും വാഴനാരാണെന്ന് പറയുന്ന ഭർത്താവ് പിന്നെ എങ്ങനെ അവരെ പ്രസാദിപ്പിക്കുന്നത്? ഒരു കാരണവശാലും കൂടെ ജീവിപ്പാൻ സാധ്യമല്ല. എന്നെ ഒരു വിശ്വാസവുമില്ല. ഇവരുടെ കാര്യമല്ല പറയുന്നത് കേട്ടോ, ഇവരെ നമുക്ക് നന്നായി അറിയാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകണം. അടുത്തത് വായിക്കുമ്പോൾ, അതുപോലെ ഭാര്യയായവൾക്കും കന്യകയ്ക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. ഭാര്യയായവളുമുണ്ട്, കന്യകയുണ്ട്. വെളിപ്പാട് ദിവസം 14-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ, സിയോൻ മലയിൽ കുഞ്ഞാടും അവന്റെ നാമവും പിതാവിന്റെ നാമവും എഴുതി 144,000 പേരും നിൽക്കുന്നത് കണ്ടു. അവർ കന്യകമാരാകയാൽ സ്ത്രീകളോട് മാലിന്യപ്പെടാത്തവർ. ഭാര്യയായവൾക്കും കന്യകയ്ക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. വായിച്ചാട്ടെ. വിവാഹം കഴിയാത്തവൾ ശരീരത്തിലും ആത്മാവിലും. അതാ ഞാൻ ആരംഭത്തിൽ പറഞ്ഞത്, വിവാഹം വിശുദ്ധ ജീവിതം നയിക്കാനല്ല. വിവാഹം കഴിയാത്തവൾ ശരീരത്തിലും ആത്മാവിലും വിശുദ്ധയാകേണ്ടതിന് കർത്താവിനോട് ചിന്തിക്കുന്നു. വിവാഹം കഴിഞ്ഞവൾ ഭർത്താവിനെ എങ്ങനെ പ്രസാദിക്കും? ഭർത്താവിനെ ഏത് തരത്തിൽ പ്രസാദിപ്പിക്കാൻ കഴിയുമോ? സ്നേഹത്തിലും അനുസരണത്തിലും താഴ്മയിലും ഭർത്താവിന് വേണ്ടി കരുതുന്നതിലും ഭർത്താവിന് ക്ഷേമം അന്വേഷിക്കുന്നതിലും. പുതുയുദ്ധത്തിലേക്ക് പാത പോന്നിരിക്കുന്ന മക്കളെ ഇരുവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാണമേ. വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭക്തനായ പുരുഷനിങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടാവുന്ന കാണുന്നത് പോലെ ദൈവത്തെ ഭയപ്പെട്ട് അദ്ദേഹത്തിന്റെ വയലിൽ കൂടെ മാത്രം നടന്ന് സിയോനിലേനെങ്കിലും യെരൂശലേമിലെ നന്മ അനുഭവിപ്പാൻ കർത്താവ് സഹായിക്കുമാറാണ് പ്രാർത്ഥിക്കുന്നു. സിനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവളെ അനുഗ്രഹിക്കണമേ. അവളുടെ ഭർത്താവിൻ്റെ മാതാപിതാക്കൾക്ക്, സഹോദരങ്ങൾക്ക്, ദൈവസഭയ്ക്ക് എല്ലാവരും അനുഗ്രഹമായിരിക്കട്ടെ. ഉടമയും നയിപ്പാൻ ആവശ്യമായ കൃപയും ദൈവിക ജ്ഞാനവും നൽകുമാറാണ് പ്രാർത്ഥിക്കുന്നു. ദിവ്യ സ്വഭാവങ്ങളും സൽപ്രവൃത്തി അവിടെ അലങ്കാരമായിരിക്കട്ടെ. സൽപ്രവൃത്തികൾ എല്ലാവർക്കും മാതൃകയായിരിക്കാൻ കർത്താവ് സഹായിക്കണമേ. ഫലപ്രദമായ മുദ്രകളുടെ അനുഭവ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഒരു ഉത്തമ ഭാര്യ എന്ന് എല്ലാവരും അറിയുവാൻ തക്കണം കർത്താവ് സഹായിക്കണമേ. നീ നടത്തുന്ന ഏത് പാതയിലും സന്തോഷമായി സമാധാനമായി ഐക്യമായി പ്രാർത്ഥനയോടുകൂടെ അവിടെ കുടുംബം തുടരുവാൻ കർത്താവ് സഹായിക്കണമേ. അവരുടെ കുടുംബത്തിന് വേണ്ട സകല നന്മകളും കർത്താവ് ക്ഷമിക്കുമാറാണ് പ്രാർത്ഥിക്കുന്നു. അവർ വിശ്വസ്തരായി മാതൃയുള്ളവരായി ജീവിച്ച് കർത്താവിൻ്റെ വരുന്നവരുമാരുടെ ആകുമാറാണ് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പോലക്കാലം ഇവിടെ കടന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കേൾക്കപ്പെട്ട ആലോചന എല്ലാവർക്കും അനുഗ്രഹമായി ഉപകാരപ്രദമായി വരുവാൻ കർത്താവ് സഹായിക്കണമേ. അക്ഷയമായ വിവാഹം ഇന്നിവിടെ നിങ്ങൾ ആരോഗ്യമായതൊന്ന് എത്ര വേഗം നടക്കാൻ പോകുന്നുണ്ട്. സ്തോത്രം. ഞങ്ങളുടെ കർത്താവ് മണവാളനായി വെളിപ്പെടുമ്പോൾ കറാച്ചുളുക്കം മുതലായതൊന്നുമില്ലാതെ ഒരു കാന്തയായി തിരുമുൻപാ നിൽപ്പാൻ ഏവർക്കും കർത്താവ് സഹായിക്കുമാറാണ് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള എല്ലാ വിഷയങ്ങളും കർത്താവ് കൂട്ടുന്നവരെ സഹായിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പിതാവിന്റെ സ്നേഹവും പുത്രന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സൂക്ഷിപ്പും കാവലും നമ്മോടും പ്രാർത്ഥിച്ചത്തോടും സകല വിശുദ്ധന്മാരോടും നവദമ്പതികളോടും കൂടപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവരോടും കർത്താവിന്റെ വരവരെ ഇരിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. My love, here I stand before you. I am yours now. From this moment on, take my hand. Only you can stop me shaking.
we'll share forever. This I promise you. And when I look in your eyes, all of my life is before me. And I'm not running anymore, 'cause I already know I'm home. With every beat of my heart, I'll give you my love completely. My darling, this I promise you. My love, I can feel your heartbeat as we dance now, closer than before. Don't let go, don't let go, 'cause I could almost cry now. This is forever. I make this vow to you. And when I look in your eyes, all of my life is before me. Oh, and I'm not running anymore, 'cause I already know I'm home. With every beat of my heart, I give you my love completely. My darling, this I promise you. My darling, this I promise you. This I promise you. Oh, I promise you, promise you. This I promise you. With every beat of my heart, from this moment, life has begun. From this moment, you are the one. Right beside you is where I belong. From this moment on, from this moment, I have been blessed. I live only for your happiness and for your love. I'd give my last breath. From this moment on, I give my hand to you with all my heart.
If I had to live my life without you near me, the days would all be empty. The nights would seem so long, but you I see forever, oh so clearly. I might have been in love before, but it never felt this strong. Our dreams are young and we both know they'll take us where we want to go. Hold me now, touch me now, I don't want to live without you. Nothing's gonna change my love for you. You ought to know by now how much I love you. One thing you can be sure of, I'll never ask for more than your love. Nothing's gonna change my love for you. You ought to know by now how much I love you. You wanna change my whole life through, but nothing's gonna change my love for you. If the road ahead is not so easy, our love will lead a way for us, like a guiding star. I'll be there for you if you should need me. You don't have to change a thing. I love you just the way you are. So come with me and share the view. I'll have to sing the rhythm too. Hold me now, touch me now, I don't wanna live without you. Nothing's gonna change my love for you. You ought to know by now how much I love you. One thing you can be sure of, I'll never ask for more than your love. Nothing's gonna change my love for you. You ought to know by now how much I love you. You wanna change my whole life through, but nothing's gonna change my love for you. Nothing's gonna change my love for you. You ought to know by now how much I love you. One thing you can be sure of, I'll never ask for more than your love. Nothing's gonna change my love for you. You ought to know by now how much I love you. One thing you can be sure of, I'll never ask for more than your love. Nothing's gonna change my love for you. You ought to know by now how much I love you. You wanna change my whole life through, but nothing's gonna change my love. Nothing's gonna change my love for you. You ought to know by now how much I love you. One thing you can be sure of, I'll never ask for more than your love. Nothing's gonna change my Oh, yeah. This isn't goodbye. Even as I watch you leave, this isn't goodbye. I swear I won't cry. Even as tears fill my eyes, I swear I won't cry. Any other girl, I'd let you walk away. Any other girl, I'm sure I'd be okay. Tell me what makes a man wanna give you all his heart. Smile when you're around and cry when you're apart. If you know what makes a man wanna love you
makes her so bright? Is it the sound of a laugh, that look in her eyes? When do you decide she is the dream that you seek, that falls in your life? When you apologize, no matter who was wrong, when you get on your knees, if that would bring her home. Tell me what makes a man wanna give you all his heart, smile when you're around, and cry when you're apart. If you know what makes a man wanna love you the way I do, girl, you gotta let me know, so I can get over you. Oh, other girls will come along, they always do, but what's the point when all I ever want is you? Tell me what makes a man wanna give you all his heart, smile when you're around, and cry when you're apart. If you know what makes a man wanna love you the way I do. Just a smile and the rain is gone. Can hardly believe it, yeah. There's an angel standing next to me, reaching for my heart. Just a smile and there's no way back. Can hardly believe it, but there's an angel calling me, reaching for my heart. I know that I'll be okay now. This time it's real. I lay my love on you, it's all I wanna do. Every time I breathe, I feel brand new. You open up my heart, show me all your love, and walk right through as I lay my love on you. I was lost in a lonely place, could hardly believe it, yeah. Holding on to yesterday, far, far too long. I believe it's okay, 'cause this time it's real. I lay my love on you, it's all I wanna do. Every time I breathe, I feel brand new. You opened up my heart, show me all your love, and walk right through. Oh yeah, as I lay my love on you. I never knew the love could feel so good. Like a once in a lifetime, you changed my world. I lay my love on you. You make me feel brand new. Show me your love and walk right through. Oh yeah, as I lay my love on you, it's all I wanna do. Every time I breathe, I feel brand new. You opened up my heart,
എത്ര നല്ലവൻ. സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ നാളുകളിൽ കർത്താവ് കൂടെ ഇരുന്ന് നമ്മെ നടത്തിയതിനാൽ ചേർന്ന് സ്തോത്രം ചെയ്യാം. കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അതിന് പ്രകാരം ദൈവത്തിന്റെ സഹായം കൽപ്പിച്ചതിനാൽ ചേർന്ന് സ്തോത്രം ചെയ്യാം. വിവാഹോറപ്പെല്ലാം ദൈവം നടത്തിയതിനാൽ സ്തോത്രം ചെയ്യാം. യാത്ര മധ്യെല്ലാം കൂടെ ഇരുന്ന് സൗഖ്യത്തോട് കൊണ്ടുവന്നതിനാൽ സ്തോത്രം ചെയ്യാം. ശുശ്രൂഷ കർത്താവ് നടത്തിയതിനാൽ സ്തോത്രം ചെയ്യാം. തൃശ്ശൂരിൽ വന്നവർ യാത്രയിലായിരിക്കുന്നവരുണ്ട്, ഇനി യാത്ര ചെയ്യുവാനുണ്ട്. എല്ലാം ദൈവകരങ്ങൾ കൊടുത്തുകൊണ്ട് സ്തോത്രം ചെയ്യാം. അഭിനയത്തിന് ആവശ്യമായ ബുദ്ധി, ജ്ഞാനവും കഴിവും പ്രാപ്തി രണ്ടുപേർക്കും ദൈവം കൊടുക്കാനായി സ്തോത്രം ചെയ്യാം. ഈ ബന്ധം ഇരു കുടുംബങ്ങൾക്കും സഭകൾക്കും ബന്ധുക്കൾക്കും ചർച്ചക്കാർക്കും എല്ലാവർക്കും നിന്റെ മക്കളൊരു അനുഗ്രഹപാത്രമായി തീരുവാനായി സ്തോത്രം ചെയ്യാം. പഴഞ്ഞിൽ പോകുന്ന എന്റെ മക്കളുടെ യാത്ര മധ്യ കൂടെ ഇരിപ്പാനായി സ്തോത്രം ചെയ്യാം. ഒരുക്കുവാനായി സ്തോത്രം ചെയ്യാം. ഈ ഭവനത്തിലെ സിസ്റ്റർ ഏബലിന് എല്ലാവർക്കായി സ്തോത്രം ചെയ്യാം. സ്നിഗ്ധായി സ്തോത്രം ചെയ്യാം. പഴഞ്ഞു നിന്ന പിതാവിന് മാതാവിന് സഹോദരന്റെ കുടുംബത്തിനായി സ്തോത്രം ചെയ്യാം. പ്രിയപ്പെട്ട ബന്ധുക്കൾ ചാർച്ചക്കാർക്കായി സ്തോത്രം ചെയ്യാം. എല്ലാ നന്മകൾക്കുമായി സ്തോത്രം. എല്ലാ നല്ല ദാനങ്ങളെയും തികഞ്ഞ വരങ്ങളെയും സമൃദ്ധിയായി നൽകുന്നവനായി ദൈവത്തിൻ്റെ കരം ഞങ്ങൾക്ക് ഇന്നും ഒരു നല്ല ദാനം നൽകിയതിനായി ഞങ്ങൾ അങ്ങ് നന്ദിയോട് സ്തുതിക്കുന്നു കർത്താവേ. സ്തോത്രം ചെയ്യും. ഇത്രയെല്ലാം ഞങ്ങളെ കരുതുവാൻ ദൈവം ഞങ്ങൾക്കായി എല്ലാവറ്റെയും ചെയ്യുവാൻ ഞങ്ങൾ ഏതുമില്ല എന്ന് സമ്മതിക്കുന്നു. നിന്റെ കരത്തിൽ ഞങ്ങൾക്ക് നല്ല ദാനങ്ങൾ ഈ നാളിൽ ദൈവം ഒരുക്കിയതിനായി സ്തോത്രം. കൃപ കൊണ്ടവർ അഭിഷേകം ചെയ്യേണ്ടതിനായി സമർപ്പിക്കുന്നു കർത്താവേ. ആലോചന എന്ന് തുടങ്ങിയോ ഇന്ന് വരെ അതിൻ്റെ കൃപയിൽ കർത്താവ് എല്ലാവരെയും എല്ലാ കാര്യങ്ങളും ദൈവം ചെയ്തു കൊടുത്തതിനായി സ്തോത്രം. കർത്താവെ കാനാവിലെ കല്യാണ വീട്ടിൽ യേശു വന്നതുപോലെ ഈ വിവാഹഭവനത്തിലും കർത്താവിലെ പകൽക്കാലം സന്നിഹിതനായതിനായി സ്തോത്രം. ശുശ്രൂഷകൾക്കായി വിശുദ്ധന്മാരെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം. ദൈവത്തിൻ്റെ ആത്മാവിന്റെ സമൃദ്ധിയായ വ്യാപാരം ആലയത്തിൽ കർത്താവ് അയച്ചതിനായി സ്തോത്രം. ഞങ്ങൾ ചോദിച്ചതിനേക്കാൾ നിലച്ചതിനേക്കാൾ അത്യന്തപരമായി എല്ലാവറ്റെയും കർത്താവെ സകലത്തെ ഭംഗിയായി ചെയ്യുന്ന നല്ല ദൈവം നന്നായി ചെയ്തതിനായി സ്തോത്രം. ഞങ്ങൾ വിശുദ്ധന്മാരിൽ കൂടി അനുഗ്രഹിക്കപ്പെട്ട ഒരു വിവാഹ ശുശ്രൂഷ ദൈവം ഇറങ്ങി വന്ന് നടത്തി തന്നതിനാൽ ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവേ. ഒരു കുടുംബത്തെ ദൈവം ഇന്ന് സൃഷ്ടിച്ചതിനാൽ ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവേ. ഒരു ബന്ധത്തെ നീ സ്ഥാപിച്ചതിനാൽ ഞങ്ങൾ സ്തുതിക്കുന്നു. എന്റെ മക്കളെ ഞങ്ങൾ അതിനായി പ്രാർത്ഥിക്കുന്നു. യഹോഭക്തനായ പുരുഷനായി അനുഗ്രഹിക്കപ്പെട്ടവനായി കാണപ്പെടുവാനുള്ള സഹായിക്കണം കർത്താവേ. എന്റെ മകൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഒരു മന്ത്രിവെളി പോലെ ശോഭിക്കുവാൻ കർത്താവേ, റാഹേലിലെയും ഇസ്രായേൽ ഗ്രഹത്തെ പണിതതുപോലെ നിന്റെ മകൾ ഒരു ആത്മീയ ഗ്രഹത്തെ പണിയുവാൻ, അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതത്തെ പണിയുവാൻ, നിത്യതയ്ക്കായി പണിയപ്പെടുവാൻ ഇവിടെ നിന്ന് സഹായിക്കാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ പണിഞ്ഞു നിന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവേ. ഈ ബന്ധമുഖാന്തരം
അവിടെ അനുഗ്രഹം ഉണ്ടാകുവാൻ അവിടെ നിന്ന് പറയാൻ സഹായിക്കണമേ. യാക്കോബ് പറഞ്ഞതുപോലെ ഞാൻ വരുമ്പോൾ നിനക്ക് അല്പമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പം അത്യന്തം അനവധി വർദ്ധിച്ചിരിക്കുന്നു. അത് രണ്ടു കൂട്ടമായി മാറ്റപ്പെട്ടിരിക്കുന്നു. സ്വർഗീയ അനുഗ്രഹങ്ങളും ഭൗമിക അനുഗ്രഹങ്ങളും കൊണ്ട് ഇരുഭവനങ്ങളെ നിറയ്ക്കുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ മക്കളുടെ പണിഞ്ഞു നിന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവിടെ യാത്രമത്തിൽ കൂടെ ഇരിക്കും, സൂക്ഷിക്കും, ബലപ്പെടുത്തും, ശക്തീകരിക്കും. ഈ ബന്ധം അന്ത്യത്തോളം നിലനിർത്തുവാനോടൊന്ന് സഹായിക്കും. എല്ലാവിധ നന്മകളും അനുഗ്രഹവും കൊണ്ട് നിറയ്ക്കും. കർത്താവേ, ഈ ഇന്നത്തെ വിവാഹത്തിൽ കൂടി ഒരു പൊരുളായ സത്യം ഞങ്ങൾ ഗ്രഹിപ്പാനിടയായി. ഞങ്ങളുടെ കർത്താവിൻ്റെ വരവടുത്തിരിക്കുന്നു. കുഞ്ഞാട്ടിൻ്റെ കല്യാണം വന്നിരിക്കുന്നു. ഞങ്ങൾ ആ നിത്യവിവാഹത്തിന് വേണ്ടി ഞങ്ങളെ പരിശുദ്ധപ്പെടുത്തുവാൻ, ഞങ്ങളെ ഒരുക്കുവാൻ, ഇന്ന് ശുശ്രൂഷയെ സംബന്ധിച്ച ഒരു വ്യക്തി പോലും നഷ്ടപ്പെട്ടു പോകാതെ നിത്യവിവാഹത്തിന് വേണ്ടി ഒരുക്കപ്പെടുവാൻ എല്ലാവരെയും അവിടെ നിന്ന് സഹായിക്കണമേ. ദൈവത്തിന്റെ വചനം ഉള്ളങ്ങളിൽ ക്രിയ ചെയ്യുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൂടെ ഇരിക്കും, എല്ലാവരും നന്മകളെ കൊണ്ട് നടത്തും, ജയത്തോടെ നടത്തും. നിന്റെ മക്കളെ ഞങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. എല്ലാവിധ അനുഗ്രഹങ്ങളാണ് നടക്കും, ജയത്തോടെ നടത്തും. വരവിനായി എടുക്കും. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥനയുടെ നാൾ സകല വിജയം കവിയുന്ന ദൈവത്തിന്റെ സമാധാനം നമ്മുടെ മേൽ, സർവശക്തന്മാരുടെ മേലും, പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തിലും വിജയത്തിൽ പ്രവേശിക്കുന്നതിന്റെ മക്കളുടെ മേലും കർത്താവിനോരോളം ഉണ്ടായിരിക്കുമാറാകട്ടെ. It's the way she fills my senses. It's the perfume that she wears. I feel I'm losing my defenses to the color of her hair. And every little piece of her is right. Just thinking about her takes me through the night. Every time we meet,